രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവിലുള്ള അത്ഭുതത്തിന്റെ സമയമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് തറയ്ക്കുക തന്നെ ചെയ്യും. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ട് വരുന്നല്ലോ. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ അനുഭവിച്ചു വരുന്നല്ലോ. ഇന്നും നമുക്ക് വൻ കാര്യങ്ങളെ കാണുവാനും വലിയ പ്രവർത്തികളെ കേൾക്കുവാനും കർത്താവിൽ ദൈവം നമുക്ക് ഇടയാക്കി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. എല്ലാറ്റിലും കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇന്ന് ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലെങ്കിൽ ഞാൻ കേറിക്കോളാം. ആരെ? സാന്ദ്രസ്റ്റാണോ? ആണ്. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവിന്റെ കൃപയാൽ ഓരോ ദിവസവും ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. പറഞ്ഞോ സാൻഡ്രസ്റ്റ്. ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടേ. ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് ഒരു നിമിഷം, ഇപ്പൊ പറയണ്ട, ഒന്ന് രണ്ട് അറിയിപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ സമയത്ത് എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കർത്താവ് ഇടപെട്ടത്. നമുക്ക് ആലപ്പുഴയിൽ നമുക്കൊരു പ്രയർ സ്റ്റേഷൻ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുവാണ്. പ്രയർ സ്റ്റേഷൻ, അതിനുശേഷം അവിടെ ഒരു പ്രാർത്ഥന പിന്നീട് ഞാൻ വരുന്ന ടൈമിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില ഭാഗങ്ങളിലും ചെയ്യുവാൻ, പ്രത്യേകിച്ച് വയനാട്ടിലും പത്തനംതിട്ടയിലും ഒക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ ആലപ്പുഴയിലുള്ള സഹോദരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഞാൻ ഇതിന്റെ പ്രയർ സ്റ്റേഷന്റെ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആലപ്പുഴ ഉള്ളത്. അപ്പൊ അതിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും, നോക്കി, അന്യഭാഷാ പ്രാർത്ഥനയും ഡെലിവറൻസ് കർത്താവ് തീർച്ചയായിട്ടും സൗഖ്യമാക്കും. കർത്താവ് തീർച്ചയായിട്ടും ദൈവിക ആലോചനകളാൽ പരിശുദ്ധാത്മാവ് ഇടപെടുക തന്നെ ചെയ്യും. അപ്പൊ അതിൽ ഞാൻ എണ്ണം ഒരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല. എത്ര എണ്ണം എന്നുള്ളത് എൻ്റെ വിഷയമല്ല, എത്ര പേര് കൂടുന്നുള്ളത് നമ്മുടെ വിഷയമല്ല. കർത്താവിന്റെ നാമത്തിൽ ആരൊക്കെയാണോ അതിൽ വരുവാൻ ആഗ്രഹിക്കുന്നത് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് വേറൊന്നിനും വേണ്ടിയല്ല, നമുക്ക് എത്ര വലിപ്പമുള്ള ഹോൾ ആവശ്യമുണ്ടെന്ന് അറിയാൻ വേണ്ടി, വെറുതെ വലിയ ഹോൾ ആവശ്യമുണ്ടോ അതോ ചെറിയ ഹോളാണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ്, എണ്ണത്തിന് വേണ്ടിയാണ്. പേരോ ഡീറ്റെയിൽസോ ഒന്നും പറയണ്ട, അതിനകത്ത് നിങ്ങൾ എണ്ണം മാത്രം പറയുക. ആലപ്പുഴയിൽ ഏതെങ്കിലും സ്ഥലത്ത്, പിന്നെ ആലപ്പുഴയുള്ള സഹോദരങ്ങൾ ഒരു ഹോളും അന്വേഷിക്കാൻ വേണ്ടി, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കോട്ടയത്തുനിന്നോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്യത്തുനിന്നോ വന്ന് നമുക്കൊരു ഹോള് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയുള്ള സഹോദരങ്ങൾ ആഗ്രഹമുള്ള, എനിക്ക് കർത്താവിന് വേണ്ടി ആ ദേശത്തൊരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ എനിക്കൊരു ആഗ്രഹം, ഞാനൊരു മുഖാന്തിരമാണ്, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല. നിർബന്ധത്താൽ ഒന്നും ചെയ്യരുത്. നിർബന്ധത്താൽ ചെയ്യുമ്പോൾ ഭാരമുണ്ടാകും, നിങ്ങൾക്കത് ദേഷ്യവും അമർഷവുമായി തീരും. ആരും നിർബന്ധത്താൽ ചെയ്യരുത്. അവനവന് ഹൃദയത്തിൽ നമുക്കൊരു നിയോഗം പോലെ ഏറ്റെടുത്ത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം അത് മുൻനിരയിലേക്ക് വരിക. അതിന് കഴിവ് ആവശ്യമില്ല, പ്രാപ്തി ആവശ്യമില്ല. എല്ലാം കർത്താവിന് വേണ്ടി. പൗലോസ് പറഞ്ഞു, തിന്നാലും കുടിച്ചാലും എല്ലാം ക്രിസ്തു നിമിത്തം ചെയ്യുന്ന ഒരു മനോഭാവത്തിൽ വേണം വരാൻ. പ്രതിഫലം സ്വർഗം തരും, മനുഷ്യൻ തരത്തില്ല, ബ്രദർ തരത്തില്ല, ആരും തരത്തില്ല. ചിലപ്പോൾ ചിരിച്ചുപോലും ആരും കാണിക്കത്തില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിൽ, കർത്താവിൽ, ഭൂമിയിലും സ്വർഗത്തിലും നമുക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ആ ഹോൾ അന്വേഷിക്കാൻ വേണ്ടിയുള്ള ആളുകൾ ഒന്ന് പ്രിപ്പയർ ആകുക. ആലപ്പുഴയിലും വരുന്ന ഈ ജൂൺ മാസത്തിൽ തന്നെ കർത്താവിൽ കൃപയിൽ ആശ്രയിച്ച് അത് ചെയ്യുവാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ 27-ാം തീയതി നമ്മൾ UK ഒരു പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട്, ഈസ്റ്റ് ഹാമിൽ. അതിലും ഞാൻ പറയുന്നതുപോലെ തന്നെ ആഗ്രഹമുള്ളവർ, ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് ലീവ് ഉണ്ടെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ, വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥനകളിൽ പങ്കുചേരുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം ആലപ്പുഴയിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളും വയനാട്, മറ്റ് പത്തനംതിട്ടയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് റെഡിയാകുക. ഈ സമയങ്ങളിൽ തന്നെ നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ചതിൻ്റെ കാര്യങ്ങളെ ഒന്ന് പറയുക, ഹോൾ അന്വേഷിക്കുന്നവർ. ബാക്കിയുള്ള പട്ടണങ്ങളിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥന നടന്ന് നമുക്ക് ട്രിവാൻഡ്രം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, എറണാകുളത്തുള്ളവർ കണ്ടിന്യൂസ് വീണ്ടും അവിടെ അന്യഭാഷാ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? അതോ അതുപോലെ നിങ്ങൾക്ക് മതിയെന്നാണോ ആഗ്രഹം വെച്ചവർക്ക്?
ആമേൻ. ആത്മാവിൽ നമ്മൾ പോരാളികളായി മാറണം. ആത്മാവിൽ പോരാളികളായി മാറുമ്പോൾ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികളെ അനുഭവിക്കുവാൻ കർത്താവിൽ കാണത്തുള്ളൂ. മുൻനിരയിലേക്ക് വരാം. ഞാൻ ആരെ ഉന്താറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ നിങ്ങൾ ഉന്താറില്ല. നിങ്ങൾ തന്നെ പുഷ് ചെയ്ത് വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളെ ക്രമീകരിക്കുക, അതിൻ്റെ വന്ന് കൂടുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ വലിയൊരു പകർച്ച പരിശുദ്ധാത്മാവ് ചെയ്യുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു പ്രിയരെ. കർത്താവ് അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവവചനത്തിലേക്ക് പോവാം. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ട്രിവാൻഡ്രത്ത് നമുക്ക് എത്ര പേരാണോ, അതായത് ട്രിവാൻഡ്രത്ത് പ്രയർ സ്റ്റേഷൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രയർ സ്റ്റേഷൻ എന്നുള്ള ഒരു ആശയം എത്രത്തോളം ഇതിൻ്റെ ഒരു ദൈവാത്മാവ് എനിക്ക് പണ്ട് തന്ന, നമുക്കറിയാം, ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ഒരു വാർത്ത കണ്ട, ഒരു കുഞ്ഞു കൊച്ചിനെ അല്ലേ മൃഗീയമായിട്ട് ആ മനുഷ്യൻ കൊന്നുകളഞ്ഞ ഒരു വാർത്ത നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാർത്തയിലും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പല വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പല നശിക്കുന്ന തലമുറകൾ. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, സുവിശേഷം എന്ന് പറയുന്ന ഒരു ബെൽറ്റാണ്. ഇത് ഞാൻ ആ വചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറയാൻ വേണ്ടി പോവാണ്. സുവിശേഷം ഒരു ബെൽറ്റാണ്. ഒരാളെ കൊണ്ട് ഒരിക്കലും ഒരു കാര്യവും നേടാൻ പറ്റുന്ന രീതിയിലല്ല ദൈവം അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വലിയൊരു ചെയിനാണ്. ഇത് ഭയങ്കരമായിട്ടൊരു ചെയിനാണ്. അതായത് ഇപ്പം ഞാനിവിടെ ഈ രാജ്യത്ത് ഇരുന്നുകൊണ്ട് ആയിരക്കണക്കിന് മൈൽ അപ്പുറം ഇരുന്നുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അയൽവക്കത്തുള്ള വീട്ടിൽ സുവിശേഷം പറയാൻ വേണ്ടി പറ്റുമോ? ഒന്ന് പറയാൻ പറ്റുമോ? അയൽവക്കത്തൊരു വീട്, നിങ്ങളുടെ അയൽവക്കത്തുള്ള ട്രിവാൻഡ്രത്തോ കോട്ടയത്തോ കണ്ണൂരോ കോഴിക്കോടോ എവിടെയെങ്കിലും അയൽവക്കത്തൊരു വീട്ടിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ ആർക്കേ പറ്റത്തുള്ളത്? ഒന്ന് ഉറക്കം പറഞ്ഞ പ്രിയ, നമുക്കേ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ ഉള്ളത്തിൽ പണ്ട് പരിശുദ്ധാത്മാ ഒരു വിഷൻ തന്നതാണ്, ഇത് വലിയൊരു ചെയിൻ പോലെ ലോകമെമ്പാടും ഇത് പോകും. അതായത് അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിഖിൽ ബ്രദർ പോരാ, ഇതിന് ശക്തി പകരപ്പെടണം. അതായത് നിങ്ങൾ ഒരു വീട്ടിൽ പോയി സുവിശേഷം പറയുമ്പോൾ അവന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന രീതിയിൽ, അപ്പൊ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുഞ്ഞിനെ കൊല്ലാൻ കാണിച്ച മൃഗീയ സ്വഭാവത്തിന്റെ പിന്നിൽ ഒരു പൈശാചിക ശക്തിയാണ്, മദ്യപാനത്തിന്റെ വലിയൊരു പൈശാചിക ശക്തിയാണ്, മയക്കുമരുന്നിന്റെ വലിയൊരു പൈശാചിക ശക്തിയാണ്. ഇതിനെല്ലാത്തിനെയും ബന്ധിക്കുവാൻ ഒരു അധികാരത്തെ ജ്വലിപ്പിച്ചെടുക്കണം. ആമേൻ. അതേപോലെ തീർച്ചയായിട്ടും മനോജ് പറയാം, തൊടുപുഴയിൽ ആ ഹോള് തന്നെ നോക്കണം കേട്ടോ. തൊടുപുഴയിൽ നമ്മുടെ പ്രയർ സ്റ്റേഷൻ ഉടനെ വരുന്നുണ്ട്. തൊടുപുഴയിലുള്ളവരൊക്കെ റെഡി ആകുക. ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ആത്മാവിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ തന്നെ വരിക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ എണ്ണങ്ങളെ മസ്റ്റായിട്ടും പറയണം. എണ്ണം പറയുന്നത് വേറൊന്നുമല്ല, ഹോളുകൾ നമുക്ക് അതനുസരിച്ച് വെറുതെ നമ്മൾ വലിയ ഹോൾ എടുത്ത് വെറുതെ നമുക്ക് എക്സ്പെൻസ് കളയണ്ട. അതിൻ്റെ അനുസരിച്ച് ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ ചോദിക്കുന്നത്. വലിയ ഹോൾ വേണമെങ്കിൽ വലിയ ഹോൾ എടുക്കണം, ചെറിയ ഹോൾ വേണമെങ്കിൽ ചെറിയ ഹോൾ, അതിന് വേണ്ടിയാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് ഓരോ പട്ടണത്തിലും ഓരോ ഭവനത്തിലും എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന പരിപാടിയല്ല നമുക്ക് വേണ്ടത്. അവന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവശക്തിയുടെ പകർച്ചയാണ് വേണ്ടത്. കണ്ടോ, ഞാൻ പ്രാർത്ഥിച്ചോളാം, കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു വരുന്നത് അല്ല നിങ്ങളുടെ പരിപാടി. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ആശ്വസിപ്പിക്കുന്ന ആളല്ല, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന ആളാന്ന് പറ. ഇതിന് നിങ്ങൾ തിരിച്ചറിവോടെ നിങ്ങൾ വളരണം. നിങ്ങളുടെ ഭവനത്തിൽ ഇതേപോലെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന പൈശാചിക സ്വഭാവമുള്ള ഒരു അയൽവക്കത്തിൽ ഉണ്ടെങ്കിൽ ആ പട്ടണത്തിൽ പിശാചിന് ചലിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ അകത്തൊരു ആത്മമണ്ഡലം നിറയണം. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, കാതറിൻ കൂൾമാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസി ആ ഒരു ഹോട്ടൽ, ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിലോട്ട് ആ സഹോദരി കയറി ചെന്നപ്പം ആ ബാറിന്റെ അകത്തിരുന്ന സകല മനുഷ്യരും നിലവിളിക്കാൻ തുടങ്ങി. അവർ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ച് നിലവിളിക്കാൻ നോക്കിക്കേ. കാതറിൻ കൂൾമാൻ പ്രാർത്ഥിച്ചില്ല, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞുകൊണ്ട് പരസ്യവും നടത്തിയില്ല. അവരെല്ലാവരുടെ അടുത്ത് പോയി നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പോയില്ല. കാതറിൻ കൂൾമാൻ അടുത്തൊരു റൂം എടുത്തപ്പോൾ തന്നെ അവിടെ ബാറിലിരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് അവിടെ അകത്തിരിക്കുന്ന പൈശാചിക ശക്തികൾ ഇളകാന്ന് പറയും. നോക്കിക്കേ, അതാണ് ദൈവശക്തിയുടെ വ്യാപാരം. ആമേൻ. കർത്താവിലെ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ പൗലോസ്ലീഹ പറഞ്ഞത് വെറുതെ അല്ല പ്രിയരെ. അടുത്ത വാക്യത്തിൽ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി കാണാൻ പറ്റും. പൗലോസ് ഒരു പട്ടണത്തിൽ ചെന്നപ്പോഴേക്കും വചനം പറയുന്നു, അവിടെ പട്ടണം ഇളകി എന്നാ പറഞ്ഞത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാൻ സിസ്റ്ററെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ റെഡിയാകുക. കർത്താവ് നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ആമേൻ. പോയോ സിസ്റ്ററെ? ട്രാൻസ്ലേറ്റ് ചെയ്യണോ? ഓക്കെ.
ഇസ്രായേൽ മത്തായുടെ Okay. സുവിശേഷം 22 അധ്യായത്തിന്റെ 29 വാക്യം എടുത്തു വെച്ചോണേ. മത്തായുടെ സുവിശേഷം 22 അധ്യായം, മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 99 ആണ്. എടുത്തു വെച്ചോണേ, എടുത്തിട്ടൊന്ന് പറയണേ. Okay. 29 അല്ലേ? 22 chapter 29. 29 എടുത്തോ? എടുത്തു. ആ, Okay. We are going to read the Matthew chapter 22, 29. വായിച്ചു സിസ്റ്ററെ. Jesus answered and said unto them, Ye do not knowing the scriptures, not the power of God. യേശു പറയാണ്, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് ജനം തെറ്റിപ്പോകുന്നു എന്ന് കർത്താവിന്റെ വചനം പറഞ്ഞവിടെ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് ജനം തെറ്റിപ്പോകുന്നു. Jesus says people don't know the scriptures and the power, so people are going astray. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും തിരുവചനത്തെ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ, വചനം പറയുന്ന തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. Bible saying if you don't know the word of God and the power, you will go wrong. നിങ്ങൾ ഇതിന്റെ തൊട്ടുമുള്ളത്തെ വാക്യങ്ങൾ വായിക്കുമ്പം കാണാൻ പറ്റും. അവിടെ പരീശന്മാർ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അതിൽ ഭർത്താവ് മരിച്ചുപോയി. സിസ്റ്റർ അവിടെ മുതൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരു ഭാര്യയും ഭർത്താവ് മരിച്ചുപോയി. The Pharisees come and says that there were husband and wife and the wife died. അവത്തിൽ 9 സഹോദരന്മാരുണ്ടായിരുന്നു ആ ഭർത്താവിന്. They had 9 brothers. അവത്തിൽ എന്ത് സംഭവിച്ചു? ആദ്യത്തെ ആള് മരിച്ചു പോയപ്പോൾ ഈ സഹോദരി അവിടെ ബാക്കിയുള്ള 8 പേരെ കല്യാണം കഴിച്ചു. When the first man died, this lady, she married her 8 brothers. അപ്പൊ യേശുക്രിസ്തുവിനോട് ചോദിക്കും, കർത്താവേ, ഈ പുള്ളിക്കാരി മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ 9 പേരിൽ ആരായിരിക്കും ഭർത്താവ് എന്ന് ചോദിച്ചു. So the Pharisee asked Jesus, when this lady die and go to heaven, whose wife this lady will be? അപ്പൊ യേശുക്രിസ്തു അതിന്റെ താഴേക്ക് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, കർത്താവ് പറയാണ്, സ്വർഗത്തിൽ അങ്ങനെയല്ല. But if you read the scriptures, Jesus said in heaven it doesn't happen like that. അപ്പൊ സ്വർഗത്തിലെ സിസ്റ്റം ഇവിടെയല്ല. അവിടെ പോയി നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കഴിയത്തില്ല. The system is different from here. In heaven you don't get married. ഓരോ വിശ്വാസി മനസ്സിലാക്കണം, ദൈവരാജ്യവും അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന കർത്താവിന്റെ സുവിശേഷത്തിലുള്ള ജീവിതവും നാച്ചുറൽ ലൈഫും, ഇത്രയും പറഞ്ഞാൽ നാച്ചുറൽ ലൈഫും സൂപ്പർ നാച്ചുറൽ ലൈഫും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. We should know that there's a difference between natural life and supernatural life. അപ്പൊ നിങ്ങൾ ആയിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ ലൈഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പലരും സഞ്ചരിക്കുന്നത് നാച്ചുറൽ ലൈഫിലാണ്. But some people says we are in supernatural life, but they're leading a natural life. അപ്പൊ യേശുക്രിസ്തു പറയുകയാണ്, സൂപ്പർ നാച്ചുറൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് അവർ തെറ്റിപ്പോകുന്നു. So Jesus saying because you don't know the word of God and the power of God, people are going wrong ways. ഞാൻ പറഞ്ഞപ്പോ 9 എന്നാണ് പറഞ്ഞത്. 7 സഹോദരന്മാരാണ്. Sorry, we said 8, but it's 7 brothers. God bless you, sister. അത് എഴുതി തന്നേന്. ഞാനത് വായിച്ച് പെട്ടത് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. നോക്കുക, അപ്പൊ ഇവിടെ പറയുകയാണ്, അപ്പൊ തിരുവെഴുത്തും ദൈവശക്തിയും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. You must understand the word of God and the power of God. ഒരു സാധാരണക്കാരനെ പോലെ ബൈബിൾ വായിക്കരുത്. Don't read the word of God like an ordinary person. നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ദൈവത്തിന്റെ വചനം. We must know the word of God came from heaven. ഭൂമിയുമായിട്ട് വചനത്തിന് ഒരു ബന്ധവുമില്ല. The word doesn't have any connection with earth. നമുക്കറിയാം, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനം, അമേരിക്ക നിർമ്മിതമായ ഒരു സാധനം ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ അത് ഇന്ത്യയുമായിട്ട് അതിന് ബന്ധമില്ല. So if we bring any things from America to India, it has no relationship with Indian things. അത് അമേരിക്ക മെയ്ഡ് ആണ്. Because it's made in America. ഇതേപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഈ വചനം. It's the same way the word of God has come from heaven. അപ്പൊ കർത്താവ് പറയുന്ന തിരുവചനത്തെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, You don't understand the word of God. തിരുവഴുത്തിനെ ദൈവശക്തിയെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, You don't understand the word of God and the power of God. നിങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. Will go in wrong ways. നോക്കി, ഇവിടെ കർത്താവ് പറയണം, എന്താണ് തിരുവഴുത്ത്? The God is asking what is the word of God. നമുക്കറിയാം, വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ പറഞ്ഞ വചനം ദൈവമാണ്. In John chapter says the word of God is God. അപ്പൊ എന്താണ് ഈ ദൈവശക്തി എന്ന് പറഞ്ഞേക്കുന്നത്?
So what is the power of God? നമുക്കറിയാം കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം The First Corinthians ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 2 വേഴ്സ് 4 വായിച്ചു സിസ്റ്ററെ. എടുത്തോ, ഞാനത് മലയാളത്തിൽ വായിച്ച ലിസ്റ്റ് എടുത്തു കേട്ടോ. ഇവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 2 വേഴ്സ് 4 ആണ്. പൗലോസ്ലീഹ പറയുന്ന വാക്ക് ഇതാണ്: നമ്മുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമാകേണ്ടതിന്. 1 Corinthians 2:4 says, "For hour of affliction and anguish of heart I wrote unto you with many tears, not that ye should be grieved, but that ye might show the love which I have more abundantly unto you." Sorry. സിസ്റ്ററെ ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 2 വേഴ്സ് 4 ആണ്. ഫസ്റ്റ് കൊരിന്ത്യർ സിസ്റ്ററോടെ നേരെ ട്രാൻസ്ലേറ്റ്, ഞാൻ പറഞ്ഞ പോലെ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല. For your faith is not the understanding of the human being, ദൈവത്തിന്റെ ശക്തിയാണ് ആധാരമായിരിക്കുന്നത്. but God's power is the strength. നോക്കിയേ, അപ്പൊ ഈ ദൈവശക്തി പൗലോസ്ലീഹ പറയുകയാണ്. അപ്പം ദൈവശക്തി, നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം മനുഷ്യന്റെ ജ്ഞാനമല്ല. അതായത് മാനുഷിക ജ്ഞാനത്തിൽ ഒന്നും ദൈവത്തിന്റെ വചനം വായിക്കരുത്. We should not read the word of God in man's understanding. മാനുഷിക ജ്ഞാനത്താൽ ബൈബിൾ പഠിക്കരുത്. Do not read the word of God in human understanding. ദൈവത്തിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം ദൈവശക്തിയാണ്. Our faith is the foundation, is the word of God. നോക്കിക്കേ, ഇനി നമുക്കറിയാവുന്ന വാക്യമാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 1 കൊരിന്ത്യർ ചാപ്റ്റർ 1 വേഴ്സ് 18 ആണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. The First Corinthians, the first chapter 18 says, "For the preaching of the cross is to them that perish foolishness, but unto us which are saved it is the power of God." ആമേൻ. അപ്പം നാളെ മുതൽ ഇതെന്റെ കുഴപ്പമാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യല്ലേ. ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആൾ ആരാണോ ഇന്ന് വൈകിട്ട് തന്നെ പറയുവാണ് വലിയ ഉപകാരം. കാരണം ഞാൻ നിങ്ങൾക്ക് വചനം അയച്ചു തരാം. ചിലപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വചനങ്ങൾ പറയുമ്പോൾ എടുത്ത് വരാൻ ചിലപ്പോൾ ലേറ്റ് ആകുന്നുണ്ട്. അപ്പം നേരത്തെ ഞാൻ വചനം തരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി പ്രിപ്പയർ ആകാൻ പറ്റും. അതുകൊണ്ടാണ് സിസ്റ്റർക്ക് ഇത് വരുന്നത്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, നാളെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആള് എനിക്ക് നേരത്തെ ഒന്ന് പറഞ്ഞേക്കണേ, ആരാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഇത്രയും വർഷം 8-9 വർഷമായിട്ട് ചെയ്യാതെ ട്രാൻസ്ലേഷൻ ദൈവാത്മാവ് തന്നതിൻ്റെ പിന്നിൽ ആരെയൊക്കെയോ കർത്താവ് ഈ ദിവസങ്ങളിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പോവാം, ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യാൻ വേണ്ടി. അപ്പം മുൻനിരയിലോട്ട് കയറുക. ചിലപ്പം നിങ്ങളുടെ നാവായിരിക്കും ചിലപ്പം ആ വ്യക്തിയെ തൊടാൻ വേണ്ടി പോകുന്നത്, നിങ്ങളെ എന്ന വ്യക്തിയായിരിക്കും ചിലപ്പം ആ വ്യക്തി ഇത് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാറി നിൽക്കേണ്ട, ധൈര്യത്തോടെ മുന്നോട്ട് വരിക. പരിശുദ്ധാത്മാവ് സഹായിക്കും. നമ്മളെപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴും കർത്താവാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. അപ്പം നാളെ ആരാണോ ഇന്ന് എനിക്ക് പറയണം, മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ഞാൻ നാളെ എടുക്കാൻ പോകുന്ന വചനം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കുന്നതായിരിക്കും, വൈകിട്ട് വല്ലോ. കർത്താവ് അനുഗ്രഹിക്കണം. നോക്കിക്കേ, ക്രൂശിന്റെ വചനം നശിക്കുന്നവർക്ക് പോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടും നമുക്കോ ദൈവത്തിന്റെ ശക്തിയാകുന്നു. The word of God, the word of cross is a foolishness for some other people, but it is the power of God for us. അപ്പൊ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് കാൽവരി ക്രൂശാണ്. God's power, the word of God is, and the power is the word of God on the cross. നമുക്ക് ശക്തി ലഭിക്കുന്നത് കാൽവരി ക്രൂശിലൂടെയാണ്. We receive the power from the cross. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോവും. That's what the Peter said, if we don't know the word of God, we will sorry, I can't word. perish. We will perish. അതുകൊണ്ട് നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു വലിയ മേഖലയാണ് തിരുവചനങ്ങളെ തിരിച്ചറിയാതെ പോകുന്നത്. If we don't understand the word of God, we may go astray. നമ്മൾക്ക് ഇതേപോലെ തന്നെ അപ്പൊ ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്, അപ്പൊ ക്രൂശിൽ എന്താണ് എനിക്ക് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ക്രൂശനെ ദൈവരാജ്യം അഥവാ ദൈവവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. The cross is make us connect us with the word of God, with the Jesus. അപ്പൊ ദൈവവുമായിട്ട് ബന്ധമുള്ളവന്റെ പ്രത്യേകത,
the people who have the relationship with the God. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമ്മൾ വായിച്ചു, നമ്മുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തിയാണ് ആധാരമായിരിക്കുന്നത്. The First Corinthians chapter 2:4 says, "My speech and my preaching was not with enhancing words, but of man's wisdom, but is demonstration of the Spirit and of the power." നോക്കിക്കേ, ദൈവത്തിന്റെ ശക്തിയാണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത്. God's power is the main ആധാരം. സിസ്റ്റർ നോക്കിയോ, വേഷം നോക്കിയോ, ബൈബിൾ നോക്കി, മൊബൈലിലാണല്ലോ നോക്കി, കുഴപ്പമൊന്നുമില്ല, മൊബൈലിൽ നോക്കിയാലും പ്രശ്നമില്ല. നോക്കിയാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം മനുഷ്യന്റെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി. നോക്കി, നമ്മൾ വിശ്വാസം, അതായത് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നതിന്റെ, അതായത് നമ്മളിപ്പോൾ ഒരു ബൈബിൾ വായിക്കുമ്പോൾ, ഒരു വിശ്വാസിയായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ എന്റെ ബേസ് ദൈവശക്തിയാണ്. Okay, when we live, when we have a faith and when we live a faithful life, the word, the power of God is the base for it. അപ്പൊ ഈ വിശ്വാസത്തിന് എന്നെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ ബുദ്ധി കൊണ്ടാണ് ബൈബിൾ വായിക്കുന്നത്. Many times when we read word of God, we read with our own understanding. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് ക്രൂശ് ആണെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയും. ക്രൂശിന്റെ വചനം ദൈവശക്തിയാണ്. But in Corinthian it says the power of God is the cross. അപ്പം ദ മെസ്സേജ് ഓഫ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ആധാരം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ ക്രൂശിന്റെ വചനമാണ്. So the message of the cross is the message of the cross is our foundation. അപ്പൊ വിശ്വാസിയായ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, so what we should the faithful people, the believer, what we should do is, ദൈവവുമായിട്ട് എനിക്ക് കണക്ഷൻ കിട്ടിയിരിക്കുന്നു. So we must believe that we have a connection with our God. അപ്പൊ എന്റെ വിശ്വാസം എപ്പോഴും ശക്തി കൊണ്ടാണ് നിൽക്കുന്നത്. So our faith is always based in the power of God. അപ്പൊ ഈ ബേസിലാണ് എന്റെ ഫൗണ്ടേഷന്റെ ബേസും എല്ലാം ദൈവശക്തിയാണ്. So the foundation is the power of God. അപ്പൊ നിങ്ങളോട് നോക്കുക, ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ കോമിക് സ്റ്റോറികളൊക്കെ വായിക്കുന്ന സമയത്ത്, when we read the comic books, പണ്ടൊക്കെ നമ്മൾ കോമിക് ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത്, when we used to read comic books, many times ഈ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉള്ള വ്യക്തികളെ കാണാൻ പറ്റും അല്ലെ, സൂപ്പർമാനായിട്ടും അങ്ങനെ പല വ്യക്തികളെ കാണാൻ പറ്റും. in the comic book they shows many Superman, Spider-Man, all those, and they shows who has power. അപ്പൊ ഇവർക്കെല്ലാം ഇവർക്കൊരിക്കലും നമ്മൾ അവരെ എപ്പോഴും വിളിക്കുന്ന പേര് നാച്ചുറൽ അല്ലാത്ത സൂപ്പർമാൻ എന്ന് വിളിക്കുന്നവരല്ലേ, സൂപ്പർമാൻ, സൂപ്പർ ഹ്യൂമൻ. So we call them Superman and superhuman. എന്തുകൊണ്ട് അവർ സൂപ്പർ ഹ്യൂമൻ ആയി മാറുന്നത്? How they become a Superman? അവർക്ക് നാച്ചുറൽ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. They could do many things which the natural people couldn't do it. അപ്പൊ നമ്മൾ ഇതേപോലെയാണ്, നമ്മൾ വിശ്വാസത്തിന്റെ ബേസ് ദൈവത്തിന്റെ ശക്തിയാണ്. So our faith, the base of our faith is the power of God. ഇപ്പൊ യേശുക്രിസ്തു പറയുകയാണ്, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ നിങ്ങൾക്ക് അറിയാത്തിടത്തോളം കാലം നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും. Jesus Christ clearly says, because you don't know the word of God and power of God, you are going astray. അപ്പൊ നിങ്ങൾ ഒരു വചനം വിശ്വസിക്കുമ്പോൾ, ഒരു വചനത്തെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, so when you hold on to the word of God and pray, നിങ്ങളുടെ അകത്തിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. you have a power inside you. എഫേസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്കുണ്ട്. In Ephesians, the Peter says, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. when you have a faith, the power of God increase. നോക്കിക്കേ, എക്സീഡിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ എന്നാ പറഞ്ഞേക്കുന്നത്. exceeding greatness of his power. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ അകത്തുനിന്നും അളവറ്റൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. എക്സീഡിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. When we have faith, the exceeding of power increase. അപ്പൊ ഇവിടെ ഈ പവർ വർക്ക് ചെയ്യണമെങ്കിൽ, you want this power to activate it, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനം വെച്ചുകൊണ്ട് വായിക്കരുത്. you should not read the word of God with your human understanding. ദൈവത്തിന്റെ ശക്തി വെച്ചുകൊണ്ട് വേണം അത് വായിക്കാൻ. You must read with the power of God. അപ്പൊ കാൽവരി ക്രൂശിലൂടെ എനിക്കൊരു ദൈവശക്തി കിട്ടി. From the cross you got a power. ആ ശക്തിക്കകത്തിരുന്നുകൊണ്ടാണ് ഞാൻ ഈ വചനം വായിക്കുന്നത്. You must read the word of God from that power which you receive from the cross. അതിനാദ്യം നമുക്കറിയാം എന്താണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ. എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും നിങ്ങളോട് പറയാം, എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? What is faith? What is faith?
ആശിക്കുന്നതിന്റെ ഉറപ്പും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത വിശ്വാസം. കാര്യങ്ങളുടെ നിശ്ചയം. ഒറ്റൊരു വാക്കി പറഞ്ഞാൽ എന്താണ് വിശ്വാസം? ഈ എക്സ്പ്ലെയിൻ ചെയ്യാതെ, എബ്രായ ലേഖനം പറയാതെ എന്താണ് വിശ്വാസം? ഒരു ഉറപ്പ്, മനസ്സിലൊരുറപ്പ്. ഉറപ്പ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ ഞാൻ എനിക്കുള്ള അണ്ടർസ്റ്റാൻഡ്, ആ കാര്യത്തിലുള്ള ഉറപ്പാണ് വിശ്വാസം. എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഉറപ്പാണ് വിശ്വാസം. പറഞ്ഞു മിസ്റ്റർ സാൻഡ്രോ, മ്യൂട്ട് മാറ്റി പറഞ്ഞോണേ. ആ നമുക്ക് the what we understand, the faith is what we know, what we are going to see that we will get it by ഇപ്പൊ faith. നിങ്ങളുടെ ഒരു കാറിന്റെ കീ തരുക. We given the car key to you. കാർ നിങ്ങൾ ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്നിട്ട് You are sitting in the car driver's seat. ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാള്, The person who know to drive, അയ്യോ പിന്നെ എങ്ങനെയാ ഡ്രൈവ് ചെയ്യേണ്ടെന്ന് ആലോചിക്കുവോ? will he think about how can I drive the ഇല്ല, car? ഇയാൾക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ഈ കാർ ഡ്രൈവ് ചെയ്യും. He knows that I will drive this car. കാര്യം നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, എങ്ങനെ ഡ്രൈവ് ചെയ്യണം, എങ്ങനെ ഇത് ഓടിക്കണം എന്നൊരു അണ്ടർസ്റ്റാൻഡ് നമുക്കുണ്ട്. He has understanding how to drive the car. ഈ ഫെയ്ത്തിലാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. This faith we are driving the car. ഇതേപോലെ നമ്മൾ ബൈബിൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു സംഭവം ഉണ്ടായിരിക്കണം. എപ്പോഴാണ് ഈ ദൈവശക്തി ഒഴുകുന്നറിയാവോ? So in the same way, when we read the word of God, you must know when the power inside our heart. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. When we have a faith. നമ്മൾ വിശ്വസിക്കണം. First we must have a faith. ഏത് തിരുവെഴുത്ത് വായിക്കുമ്പോഴും Whichever word of God, when നമുക്കൊരു we read, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. we have an understanding. ഞാൻ ആരാന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരിക്കണം. We know who we are. നോക്കിക്കേ, ഞാൻ ആരാന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരിക്കണം. Must know who we are. ഞാൻ ആരാന്നുള്ള ബോധ്യം നിങ്ങൾക്കില്ല എങ്കിൽ You don't know who you are in the God, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കി കളയും. you will be confused. കാര്യം പരീക്ഷന്റെ ചോദ്യം ഇതാണ്, ഈ 7 പേര് മരിച്ചാൽ ഈ മകള് മരിച്ച് സ്വർഗത്തിൽ പോകുമ്പോ ആരുടെ ഭർത്താവ് ആരുടെ ഭാര്യയായി മാറും? The Pharisee had a doubt and asked the question, when this lady died, whose wife she will be when she go to അപ്പൊ heaven? യേശു പറയാണ്, സ്വർഗത്തിൽ ഇങ്ങനെയല്ല. But Jesus clearly said, in heaven it is not like that. അപ്പൊ സ്വർഗത്തിലെ വചനത്തെ പറ്റി നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം. So you must know what happened in the heaven. So you must know the word of God in the heaven. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഓരോ നാശങ്ങൾ സംഭവിക്കുമ്പോഴും When you see all the destruction around in your surrounding area, ഞാൻ പറയാം എന്റെ വീട് മാത്രം സേഫ് ആണ്. we say that my house is safe. എന്റെ പ്രിയരെ, നിങ്ങൾ ആ ദേശത്തുണ്ടായിട്ടൊരു നാശം അവിടെ സംഭവിച്ചാൽ നിങ്ങൾ ഉത്തരവാദിയാണ്. So if we are the believers are here and if any destruction take place surrounding our place, we are responsible. ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ യഹോവ പട്ടണത്തെ നശിപ്പിക്കത്തില്ല. The Bible says if there is one righteous man in the city, God will not destroy that city. കണ്ടോ, നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പട്ടണം നശിക്കത്തില്ല. If the believers righteous is there, the city should not be destroyed. നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കുടുംബം നശിക്കത്തില്ല. The righteous person is there, the family will not be അപ്പൊ destroyed. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫില്? Why it is happening in our life? നമ്മൾ ദൈവരാജ്യത്തിൽ തിരുവെഴുത്തുകളെ നാം തിരിച്ചറിയുന്നില്ല. Because we don't understand the word of God. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവശക്തി എങ്ങനെയാണ് ഒഴുകുന്നത്. So we must know how the power of God it flows. സിസ്റ്റർ എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വേഗത്തിൽ എടുക്കാവോ? എഫേസ്യർ 1:19 വേഗത്തിൽ എടുത്തു. മൊബൈലിൽ എടുത്തു, കുഴപ്പമില്ല. വായിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ എടുത്തത്. മൊബൈലിൽ ഞാൻ കൂടുതലും ബൈബിൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്നുള്ള സംവിധാനത്തിൽ നമുക്ക് ഇപ്പം മൊബൈലിൽ നമുക്ക് അവൈലബിൾ ഉള്ളൂ. വായിച്ചു. എഫേസ്യർ 1:19 മൊബൈലിൽ എടുത്തു. Okay, Ephesians chapter 1:19 says, and when it is exceedingly greatness of his power to us who believe according to the working of his mighty power. നോക്കിക്കേ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ദൈവശക്തി, അങ്ങനെ വേണം വായിക്കാൻ. Okay, who believe the word of God, the power will flow.
അപ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവശക്തി, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനെ അറിഞ്ഞിട്ടും ദൈവശക്തി വ്യാപരിക്കാത്തതിന്റെ കാരണം നിങ്ങൾ തിരുവെഴുത്തുകളെ കറക്റ്റായിട്ട് വിശ്വസിക്കുന്നില്ല. Okay. After having the faith and have the baptism, but you are not reading the word of God with the power of God. നോക്കിക്കേ, എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, If I ask you why, നിങ്ങൾ ബൈബിള് വായിക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. because we are reading the word of God with our own understanding. നമുക്കറിയാം, നമ്മൾ ഈ എന്താ പറയുന്നത്, ബൈബിള് വായിക്കുന്നത് ബുദ്ധി കൊണ്ടാണെന്ന് പറയാൻ കാരണം, The reason I say we are reading the word of God with our own understanding, നമ്മൾ പലപ്പോഴും ബൈബിളിലെ വചനങ്ങളൊക്കെ പറയുന്ന ടൈമില് when we repeat the word of God from the എന്താണ് Bible, ഈ ബുദ്ധി എന്ന് ഞാൻ പറഞ്ഞു തരാം. what is our wisdom? നമ്മൾ എപ്പോഴും പറയും, ബൈബിൾ വായിച്ചാൽ നോക്കണേ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. You always say the God is our shepherd, we shall not want. നമ്മൾ ഈ വാക്യം കറക്റ്റായിട്ട് പറയും, യഹോവ എന്റെ. അപ്പം ഞാൻ ആ വചനം പറയുമ്പോൾ എന്റെ ഫെയ്ത്തിനെ അവിടെ ഞാൻ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യിപ്പിക്കണം. When we say the word of God, that we have to activate our faith. നിങ്ങളുടെ സ്പിരിച്വൽ സെൻസേഷനെ ആക്ടിവേറ്റ് ചെയ്യണം. We have to activate our spiritual sensation. പറയുന്ന കാര്യത്തെ പറ്റി ഒരു ബോധ്യം ഉണ്ടാകണം. We must know what we are saying. യഹോവ എന്റെ ഇടയനാകുന്നു, Jehovah is my shepherd. എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. I will not be lacking anything. അപ്പൊ ഇത് വെറുതെ പറഞ്ഞു പോകാതെ, ബുദ്ധി കൊണ്ട് പറഞ്ഞു പോകാതെ, ഇതിന്റെ തിരിച്ചറിവിലോട്ട് വരണം. So we should not say just like that, but we should understand and say it. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഈ ഇമോഷനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല ആളുകളും നമുക്കറിയാം, പല കമ്പനികൾ പോലും പരസ്യം ഇറക്കുന്നതും എല്ലാം നമ്മുടെ ഇമോഷനുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യും. So when the people when talk, or when this company, when they have advertised, they will always attack our emotion. നിങ്ങൾ ഈ വചനം ഒന്ന് ശരിക്കും പറഞ്ഞു നോക്കണം. യഹോവ എന്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നിനും കുറവ് വരത്തില്ല. So we must say, Jehovah is my shepherd, and I will not lack anything in my life. ഇനി ബുദ്ധിയിൽ നിന്ന് മാറിയിട്ട് വിശ്വാസത്താൽ പറയാൻ വേണ്ടി പോവാണ്. Okay, I'm going to say in faith now. യഹോവ എന്റെ ഇടയനാകുന്നു, Jehovah is my shepherd. എനിക്ക് ഒന്നിനും കുറവുണ്ടാകാൻ പാടില്ല. I will not lack anything. അപ്പൊ കുറവുകളെ നോക്കി വേണം, ഇത് എന്തിനാണ് എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. You must see what is lacking in your life and say why it has come in my life. അപ്പൊ ഈ തിരിച്ചറിവകത്തുണ്ടെങ്കിൽ എന്റെ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാകാൻ പാടില്ല, ഇതാണ് സംഭവിക്കേണ്ടത്. So you must have the understanding, because Jehovah is my shepherd. ഇവിടെയാണ് നിങ്ങൾ സൂപ്പർ ഹ്യൂമൻ ആയി മാറുന്നത്. Here you will become a superhuman being. കാര്യം നിങ്ങൾ അവിടെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങുവാണ്. You have to resist. അതായത് ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ പറയും, സാരമില്ല നല്ല പറയേണ്ടത്. So we have some lacking in our life. We should not ignore. യഹോവയാണ് എന്റെ ഇടയനെങ്കിൽ എനിക്ക് ഒന്നിനും കുറവ് വരത്തില്ല, ഒരു കാര്യത്തിനും കുറവ് വരത്തില്ല. You must confess that Jehovah is my shepherd, so I will never lack anything in my life. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിനോടും പറയണം, അങ്ങനെയെങ്കിൽ അതിന് വിരോധമായി നിൽക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ എന്റെ ജീവിതത്തിൽ നിന്നും, ഞാൻ യഹോവ എന്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല, ബാക്കിയെല്ലാം മാറിപ്പോയേ പറ്റത്തുള്ളൂ. So by faith you must say Jehovah is my shepherd, so whatever lacking in my life has to leave from my life. മാറിപ്പോയേ പറ്റത്തുള്ളൂ. Has to go away from my life. ഉറക്കി ഒന്ന് പറഞ്ഞ്, എന്റെ ജീവിതത്തിൽ നിന്ന് വചനത്തിന് വിരോധമായതെല്ലാം മാറിപ്പോയേ പറ്റത്തുള്ളൂ. മാറിപ്പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? മ്യൂട്ട് മാറ്റി പറഞ്ഞു. So when you confess like this, you know what will happen. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്തൊരു ഫെയ്ത്ത് ഇറങ്ങി വരും. There is a faith will come into your understanding. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇതൊന്നും എടുക്കേണ്ട ആളൊന്നുമല്ല. You must understand, I don't need to take all this burden. ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ആളാണ്. Not the person to live like that, but I need to live in a പക്ഷെ നമ്മൾ supernatural way. ബുദ്ധി കൊണ്ട് വായിക്കുമ്പോൾ എന്നെ പ്രശ്നം എന്നറിയാവോ? If you read it in the own understanding, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരമായ ശക്തി അകത്തിരിപ്പുണ്ട്.
but you have the power of God which is ഈ inside you. ശക്തി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക വ്യാപരിക്കാൻ വേണ്ടി. So the power of God is ready to activate. അപ്പൊ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ബൈ ഫെയ്ത്തിലൂടെയാണ്. But how you activate? It will activate by faith. ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പൊങ്ങുന്നത് എനിക്കുള്ളതല്ല. What is against the word of God is not for me. അപ്പൊ സ്വർഗത്തിലെ സിസ്റ്റം വേറെയാന്ന് യേശു പറഞ്ഞത്. Jesus said the system in the heaven is different. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ നശിക്കുന്നത്. God said because you don't know the word of God and the power of God. ഇതിന്റെ ഉത്ഭവം ദൈവരാജ്യമാണ്. So this is the word. It is beginning in the kingdom of ഇതിന്റെ God. ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. It's start from the God. അപ്പൊ വിശ്വാസിക്കകത്ത് എല്ലാ കാര്യങ്ങളെയും ചെയ്യുന്ന ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. In the faith there is a power which operate. ഇത് പുറത്തേക്ക് വരാത്തതിന്റെ കാരണം Not overflowing because നമ്മൾ വാശിയില്ലാത്തവരായതുകൊണ്ടാണ്. we have no. നമുക്ക് എന്താ പറയുന്നത്, അതിനോട് ആ കാര്യം പ്രാപിക്കണമെന്നതിന് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാവും. ആഗ്രഹമല്ല, Because we don't. നമ്മൾ അതിനെ ഒരു സാധാരണ പോലെ അപ്പിയർ ചെയ്യുന്നുണ്ടാവും. Because we don't have courage, we have no motivation saying that I should get it. ഓക്കെ, ഇനി മുതൽ നിങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്തേക്ക് ഒരു ഉറപ്പ് കയറി വരണം. കർത്താവേ, ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ഇതിന് വിരോധമായത് ഞാൻ ഏറ്റെടുക്കത്തില്ല. So you must have the faith according to the word of God, which is coming against it. I will not receive it. I reject that. അപ്പൊ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫെയ്ത്ത്. So this is our original faith. ഒറിജിനൽ ഫെയ്ത്ത് അതാണ്. This is the original faith. യേശു പറയുകയാണ്, ലാസറേ പുറത്തു വാന്ന് പറഞ്ഞു. Jesus said, Lazarus, come out. എന്തുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞില്ല? ലാസറേ നീ വരണേന്ന് പറഞ്ഞില്ല. Why Jesus did not come? Lazarus, please come. കാര്യം യേശുവിനറിയാം പിതാവ് എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. Jesus knew the Father in heaven always listened to. അതുകൊണ്ട് ലാസറേ നീ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. So Jesus with power said, Lazarus, you come അങ്ങനെ out. പറയുമ്പോഴേ ദൈവശക്തി വ്യാപരിക്കത്തുള്ളൂ. When we say like that, the power of the God will operate. ഡബിൾ മൈൻഡിൽ ഒരിക്കലും ദൈവം പ്രവർത്തിക്കത്തില്ല. Double mind, God will never operate. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണേ, എന്റെ അകത്തൊരു ദൈവശക്തിയുണ്ട്. ഈ ശക്തിയാണ് എന്റെ വിശ്വാസത്തിന്റെ ആധാരം. So you now from today onwards, you must know you have the power of God inside, and that is the foundation of your faith. ഈ ശക്തിക്കകത്തിരുന്നുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. You must operate from this power and operate your faith. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. We'll pray together. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇനി ട്രാൻസ്ലേഷൻ വേണ്ട സിസ്റ്ററെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവ്. ഇത്രത്തോളം നമ്മൾ കേട്ടു. നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ശ്രദ്ധിച്ചോണേ. ഞാൻ ആദ്യം തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോണം. നിങ്ങളുടെ അയൽവക്കത്ത് നടക്കുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾ ഉത്തരവാദിയാണ്. അയൽവക്കത്ത് നടക്കുന്ന കാര്യം ബൈബിൾ പറയുന്നു, ദൈവം തന്റെ പ്രവാചകന്മാരെയും ദൈവം തന്റെ അഭിഷക്തന്മാരെയും ദൈവത്തിന്റെ ദാസന്മാരെയും അറിയിക്കാതെ ദൈവം ദേശത്തൊന്നും ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ ദേശത്ത് അനേകർ പുറത്തു വരണമെങ്കിൽ, വിടിവിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് ആദ്യം എന്ത് ചെയ്യണം? ദൈവവചനത്തിന്റെയും ശക്തിയുടെയും പ്രദർശനങ്ങൾ വെളിപ്പെടണം. പൗലോസ് പറഞ്ഞത് ദ പവർ ഓഫ് ദ ഡെമോൺസ്ട്രേഷൻ, അതായത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വെളിപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ ഡെമോൺസ്ട്രേഷൻ വെളിപ്പെടാതെ നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും വചനങ്ങൾ ഇങ്ങനെ കേട്ട് നമ്മൾ തഴമ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും നിങ്ങൾ ആരാധിച്ച് ആത്മാവിലൊക്കെയായി നിൽക്കുന്ന സമയത്തും നമ്മൾ ആ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളൊരു സാധാരണക്കാരനല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറൽ പവറിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്തത്? എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കകത്ത് ഡബിൾ മൈൻഡ് ഉണ്ട്. എന്താ ഡബിൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ, വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്കുള്ളതല്ലെന്നും അതിനെ നിങ്ങൾ പുറത്താക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നിങ്ങൾക്ക് ആവശ്യമാണ്. ഇൻക്രീസ് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ്, ഈ ദിവസങ്ങളിൽ നമുക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് നമുക്ക് ആവശ്യമുള്ളത്. സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്. സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? പ്രാപ്തരാക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൊ തിരുവെഴുത്തുകൾ വായിക്കുന്ന സമയത്ത് എൻ്റെ അകത്തൊരു ശക്തിയുണ്ട്. ഈ ശക്തി അങ്ങോട്ട് പാസ് ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ തിരുവെഴുത്തിന് വിരോധമായതിനെ ഞാൻ പുറത്താക്കണം.
ഇപ്പൊ ഞാനിപ്പോ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ അതിന് വിരോധമായ കുറെ വിഷയം കാണുമ്പോഴേക്കും അതിനെ നിങ്ങൾ ശരിക്കും പുറത്താക്കണം. എങ്ങനെ പുറത്താക്കണം? ദൈവവചനം പറയുമ്പോൾ ആ രീതിയിൽ പറയണം. യഹോവ എൻ്റെ ഇടയനാണ്, അതുകൊണ്ട് എനിക്ക് ഒരു മുട്ടും വരാൻ പാടില്ല. കണ്ടോ? എനിക്ക് നമ്മൾ പറഞ്ഞെങ്ങനെയോ, എനിക്ക് ഒന്നിനും മുട്ട് വരത്തില്ല, ഒന്നും മുട്ട് വരത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ പ്രയോജനം? വരാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്തുവാ? ചിലത് വന്ന് കിടപ്പുണ്ട്, അതിനെ നോക്കി നമ്മൾ എന്ത് ചെയ്യുക? അത് എനിക്കുള്ളതല്ല എന്ന് ഞാൻ തന്നെ ഉറപ്പിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ്. നിരോഗികളായി ഭാരപ്പെടുന്നവരെ, തകർച്ചയിലൂടെ കടന്നു പോകുന്നവരെ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടാൻ വേണ്ടി. ഇപ്പൊ എൻ്റെ ഉള്ളത്തിൽ മനു എന്ന് പറഞ്ഞൊരു പേര് കാണും. പക്ഷെ മനു എന്നുള്ളത് മെയിലല്ല, ഒരു ആൺകുട്ടീനെ അല്ല ഞാൻ കാണുന്നത്. ഇതേ പേര് വെച്ച് ഞാനൊരു പെൺകുട്ടീനെയാണ് കാണുന്നത്. മനു എന്നുള്ള പേര് ഞാനൊരു പെൺകുട്ടിക്കാണ് കാണുന്നത്. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, ആൺകുട്ടിയല്ല പെൺകുട്ടിക്കാണ് ഞാൻ ആ പേര് കാണുന്നത്. അതുമായി റിലേറ്റ് ചെയ്തത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ ഏത് കുടുംബവുമായിട്ടാണോ കണക്ഷൻ, ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു നിയോഗം ഉണ്ടാകുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. നന്മ തുറക്കട്ടെ. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് ആ വീടുമായി ബന്ധപ്പെട്ട് വെളിപ്പെടാൻ വേണ്ടി പോവാ. ആരാണോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ തന്നെ പറയാൻ വേണ്ടിയാണോ എക്സ്ട്രാ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, ഞാൻ റിലീസ് ചെയ്യുന്നപ്പ. ആമേൻ പറഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി സ്വീകരിച്ചോണേ. ദൈവ ഭവനത്തിന്റെ മേൽ ഒരു അത്ഭുതകരമായ പ്രവൃത്തിയെ പറഞ്ഞു സിസ്റ്ററെ. എന്റെ ചർച്ചില് ഒരു പിന്നെ ആളുണ്ട്, മനു എന്ന് പറയുന്നത്. ഫാമിലിയാണ്, ഒരു കുട്ടിയുണ്ട് അതിന്. സിസ്റ്ററെ, ആൺകുട്ടിയല്ല പെൺകുട്ടിയാണേ. അതെ അതെ, പെണ്ണാണ് മനു. പെൺകുട്ടിയാ. കാര്യം സാധാരണ നമ്മൾ ഈ പേര് മനു എന്നുള്ളത് പേര് ആൺകുട്ടിക്കാണ് കേൾക്കുന്നത്. പക്ഷെ എൻ്റെ ഉള്ളത്തിൽ ബാക്കി എല്ലാരും എന്റെ ചേച്ചിയുടെ മരുമകളാ. ഇപ്പൊ രണ്ടുപേരായി. എന്റെ ജ്യേഷ്ഠതയുടെ എന്റെ ചേച്ചിയുടെ മരുമകളാ. പെൺകുട്ടിയാ? പെൺകുട്ടിയാ, മരുമകളാ. ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്തേ. സിസ്റ്ററെ, ഈ ഓഗസ്റ്റ് മാസവുമായിട്ട് എന്തോ ആ കുട്ടിക്ക് ബന്ധം? അതെനിക്ക് അറിയത്തില്ല, ചോദിക്കണേ. ചോദിച്ചാലറിയാം. ഒന്ന് ചോദിക്കണേ. ഓഗസ്റ്റ് മാസമായിട്ട് എന്താണ് പെൺകുട്ടി കണക്ഷൻ ചോദിക്കണേ. പെൺകുട്ടിയാണേ. മെസ്സേജ് അയച്ച് ചോദിക്കണം, എന്നിട്ട് പറയണേ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പ, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാനൊരു ഭവനത്തിന്റെ ഉൾവശം കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ അതിലിങ്ങനെ ഈ റോമൻ ഗവൺമെന്റിന്റെ ഒക്കെ, റോമൻ ഗവൺമെന്റ് അല്ല, പഴയ നമ്മൾ റോമൻ നമ്മൾ സാധാരണ അങ്ങനെയാണ് കാണുന്നത്. ഈ വെള്ള തൂണുകൾ, ഇങ്ങനെ വലിപ്പമുള്ള വെള്ള തൂണുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ചിത്രം. വലിപ്പമുള്ള ഭയങ്കര വെള്ള തൂണുകൾ നീണ്ട് വരിവരിയായി നിൽക്കുന്ന ഒരു ചിത്രം. അത് ആ ചിത്രത്തിന്റെ അകത്തുള്ളതാണ്. ഭയങ്കര വലിപ്പമുള്ള വെള്ള തൂണുകൾ. ആ തൂണുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു ഇടനാഴി പോലെ, അതായത് ഒരു വഴിയാണത്. ആ ഒരു ചിത്രത്തിന്റെ അകത്ത് തന്നെ ഉള്ളതാണ്. അതിൻ്റെ അകത്ത് ഈ വലിപ്പമുള്ള തൂണുകൾ നിന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ അകവശമാണ് ഞാൻ കാണുന്നത്. ആ ചിത്രം ഇരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ വീടിന് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥിക്കുവാൻ പറയുമ്പം വർഗീസ് എന്ന് പറയുന്ന ഒരു പേരും കൂടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എൻ്റെ ഉള്ളത്തിൽ കാണിക്കുവാണ്. അതേത് ഭവനത്തിലാണോ ഇരിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിന്റെ മേൽ അന്ധകാരങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പോവാ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്തേ. ഇന്ന് തന്നെ പറയാ. സിസ്റ്ററുടെ ഭവനത്തിലാണോ? വർഗീസ് എന്ന് വരും. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഈ വെള്ളത്തൂണിരിക്കുന്ന സിസ്റ്ററുടെ ഭവനത്തിലാ വെളിയിൽ വെച്ചിരിക്കുന്ന അമേരിക്കയുടെ ഈ ഭവനത്തിലാ. അമേരിക്കയില. ഈ വർഗീസ് ആരാ? വർഗീസ് എന്റെ അമ്മായിയപ്പനാ, പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ പേര് വർഗീസ് ലാസ്റ്റ് നെയിം. ഇപ്പൊ ഹസ്ബൻഡ് അവിടെ തന്നെയാണ്. ഇപ്പൊ സിസ്റ്ററുടെ പേര് ബീന വർഗീസ് എന്നാ. ബീന വർഗീസ്. ഹസ്ബൻഡ് അവിടെ തന്നെയാ.
ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില അന്ധകാര ശക്തികൾ ആ ഭവനത്തിൽ നിന്ന് പദ്ധതികൾ, ശക്തിയല്ല പദ്ധതികൾ അവിടെ നിന്ന് മാറിപ്പോകുന്ന കാര്യം കർത്താവ് എന്നെ കാണിക്കുക. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കൊണ്ട് പറയുന്ന ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോ ദുഷ്ടപിശാചിന്റെ പദ്ധതികൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ. ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ആ ചിത്രം കാണിക്കുമ്പോൾ തന്നെ എടുത്തു പറയുന്നത് വർഗീസിന് വേണ്ടിയുള്ള ആലോചനയാ, കുടുംബത്തിന് വേണ്ടി ദൈവം ഇന്ന് അത് റിലീസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് റിലീസ് ചെയ്യുന്നപ്പോ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചു. യേശുവിന്റെ ദുഷ്ടന്റെ ആശകൾ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധ ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ID കാർഡ്, അതായത് നമ്മുടെ ഇലക്ഷൻ കാർഡോ ഒന്നുമല്ല, എന്തോ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു ID കാർഡ്, ആണത്. ആ ID-യിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു ആണ്, ഏതോ ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തൊരു ID. അതിങ്ങനെ ഒരു മേശയുടെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിരിക്കുക, ഒരു ടേബിളിന്റെ മുകളിലോട്ട് ഇപ്പൊ അത് വെച്ചിരിക്കുക. അത് അവിടെ തന്നെ കിടക്കുവാണ്. ഒരു ഗവൺമെന്റ്, അതായത് ആ ID പ്രൂഫ് എന്നുള്ളത് ഗവൺമെന്റുമായി കണക്ട് ചെയ്ത ഒരു ID പ്രൂഫാണ്, ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പ്രൂഫാണ്. ഞാൻ ആ ഫോട്ടോയിലോട്ട് നോക്കുമ്പോൾ ഒരു നമ്പരുമായിട്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ 7 എന്ന് പറഞ്ഞ നമ്പർ ID പ്രൂഫിലുണ്ട്. ID പ്രൂഫിൽ മേശയുടെ മുകളിൽ കിടക്കുന്ന ID പ്രൂഫിൽ 7 എന്ന് പറയുന്ന ഒരു നമ്പർ അതിൻ്റെ അകത്തുണ്ട്. അതൊരു നമ്പർ, ആ ഒരു നമ്പർ മാത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, 7. അത് ഏത് വ്യക്തിയുടെ മേശപ്പുറത്താണോ ID പ്രൂഫ് കിടക്കുന്നത്, അത് ഫോട്ടോ പതിച്ച ID പ്രൂഫാണ്. അതിൽ 7 എന്ന് പറഞ്ഞൊരു നമ്പർ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് ഏത് വ്യക്തിയുടെയാണോ ഇപ്പോൾ തന്നെ അത് കൈവച്ചു പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവെ, അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കയറി വരട്ടെ. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ ആമേൻ പറഞ്ഞ് ആരാണോ എവിടെ ഇരുന്നുകൊണ്ടാണോ കേൾക്കുന്നത്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൻ്റെ അകത്താണെങ്കിൽ മ്യൂട്ട് മാറ്റി ഉറക്കെ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോ. ദൈവത്തിന്റെ അത്ഭുത കരം ഇപ്പോൾ തന്നെ വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് പറഞ്ഞു. എന്റെ മോന്റെ ID കാർഡ് ഇവിടെ ടെമ്പററി പാസ് എന്ന് പറഞ്ഞ് ഹാങ് ചെയ്തിട്ടുണ്ട് എന്റെ വീടിന്റെ വോൾസിൽ, ഭിത്തിയില് ഫ്രണ്ട് റൂമിൽ തന്നെ. 7319 ടേബിളെ കിടക്കുമോ സിസ്റ്ററെ? ഈ ഒരു സാധനം ടേബിളിലാണ് കിടക്കുന്നത്, മേശയിൽ ടേബിളിലാണ് ഇത് കിടക്കുന്നത്. ആ ടേബിളിൽ കിടക്കുന്ന ആ പ്രൂഫിലാണ് ഈ നമ്പർ ഞാൻ കാണുന്നത്. ഹാങ് ചെയ്തേക്കുന്നതല്ല, ടേബിളിൽ കിടക്കുന്നതാണ്. അത് ഏത് ഭവനത്തിലാണോ ആ ഭവനത്തിന്റെ മേലാണ്, ആ വ്യക്തിയുടെയാണ് ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. ആ വ്യക്തി ഏതാണോ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമം. എന്റെ മോള് പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവളുടെ ID കാർഡ് ഡൈനിങ് ടേബിളിന്റെ പുറത്താണ്. 27/5/80 ഡേറ്റ് ഓഫ് ബർത്ത്. ഈ 7 അതിനകത്തുണ്ട്. 27. ഓ എന്റെ യേശു, വലിയൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ വേണ്ടി പോകട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, ഞങ്ങളിത് റിലീസ് ചെയ്യുന്നപ്പോ ഞാനതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അതിൻ്റെ അകത്തൊരു കൺഫർമേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഹാങ് ചെയ്തിട്ടിരിക്കുക, അല്ലത് മേശപ്പുറത്ത് തന്നെ കിടക്കുക ഞാൻ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, ഇന്ന് ആ മകളുടെ ജീവിതത്തിൽ കർത്താവെ ദുഷ്ടന്റെ പ്ലാനുകളെ ഞങ്ങൾ കട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, എല്ലാ ഈവിൾ പ്ലാനുകളെയും ബ്രേക്ക് ചെയ്യുന്നപ്പ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇന്ന് കർത്താവെ ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വിളിപ്പ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ചില ഭവനങ്ങളെ ഇന്ന് ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭവനത്തെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിനൊന്നും മറവല്ല. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് ദൈവം ആ പ്രവചനാത്മാവിലൂടെ ഭവനത്തിൻ്റെ അകത്തെ കർത്താവ് സ്പർശിക്കുക കേട്ടോ. ഓ ലോർഡ് ജീസസ്, ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ ഇപ്പോൾ കാണിക്കുക. ഒരു കണ്ണ് മാത്രം, കണ്ണിൻ്റെ 2 കണ്ണുകൾ ഉള്ള, അതായത് ആ ചിത്രം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 2 കണ്ണുകളും മൂക്കിന്റെ ഭാഗവും ഇങ്ങനെ, മൂക്കിന്റെ ഭാഗം ഉണ്ടോന്ന് തോന്നുന്നില്ല, അത് അവ്യക്തമായിട്ടാണ് ഞാൻ ആ ചിത്രം കാണുന്നത്. 2 കണ്ണുകൾ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുക. ആ ചിത്രം പൂർത്തീകരിച്ചിട്ടില്ല, അതിങ്ങനെ അവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. 2 കണ്ണുകൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് വരച്ചിട്ട് പൂർത്തീകരിക്കാത്തൊരു ചിത്രം ഒരു ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുക.
ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യെസ് എന്ന് പറയുന്ന അക്ഷരം ഈ ചിത്രം കാണുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കും. യെസ്. ആ യെസ് എന്ന പേരിൻ്റെ ഉടമസ്ഥനെ കർത്താവ് ഇന്ന് ആ ചിത്രമുള്ള ഭവനത്തിൽ ദൈവം തൊടുക. യേശുവേ, ഇന്ന് ഏത് ഭവനത്തിൻ്റെ അകത്താണോ ഈ ചിത്രം ഇരിക്കുന്നത്, ഇതൊരടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുവാണ്. ഇന്നിപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനർത്ഥങ്ങൾ വിട്ടൊഴിയുകയാണ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവെ, ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ ഭവനം ഏത് ഭവനത്തിലാണോ ഈ ചിത്രമായിരിക്കുന്നത്, ഈ കണ്ണ് മാത്രം കംപ്ലീറ്റ് ആകാതിരിക്കുന്ന ഒരു ചിത്രം, അതായത് ഒരു വ്യക്തിയുടെ രൂപം പൂർണ്ണമല്ല വരയ്ക്കകത്ത്, ഈ കണ്ണുകൾ മാത്രമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവേ, ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ അത്ഭുത കരം ഇപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ദുഷ്ടന്റെ ആശ നശിക്കുന്നല്ലോ. അവൻ പല്ല് കടിച്ച് ഉരുകി പോകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണേ. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ മ്യൂട്ട് മാറ്റുക, അല്ല എങ്കിൽ ആമേൻ പറയുക. കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്, ഞങ്ങളിപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പോൾ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. തങ്കം എന്ന് പറയുന്ന രജിസ്റ്റർ ആയിട്ടേക്കുന്നത്, ആ പേര് ടൈപ്പ് ചെയ്തേക്കുന്ന ആരായിരുന്നത്? മ്യൂട്ട് മാറ്റാൻ പറ്റുമോ സിസ്റ്ററെ? ഇപ്പൊ ആ മെസ്സേജ് ഇട്ടേക്കുന്ന ആരാണ്? എൻ്റെ കയ്യിലായിരുന്നു ഇട്ടേക്കുന്നത്. മോട്ടോ എന്നുള്ള പേരാണ് ഞാൻ കാണുന്നത്. പേരാണോ അത്? മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. എന്നെ മ്യൂട്ട് മാറ്റാൻ പറ്റാത്ത? ഓക്കെ, ഇനി സിസ്റ്റർ മ്യൂട്ട് മാറ്റാൻ നോക്കിയേ. ഇപ്പൊ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? ബ്രദറെ ഞാൻ ആ പറഞ്ഞു. ആ എന്റെ മോളുടെ പകുതി വരച്ചു വെച്ചിരിക്കുന്നത്. ആരുടെ ഭവനത്തിലേക്ക് അതുള്ളത്? എന്റെ മോളുടെ ഒരു ബുക്കില് അവളിങ്ങനെ ഫേസ് വരച്ചിട്ടുള്ളി അല്ല, ബുക്കല്ല സിസ്റ്റർ. ഈ പറഞ്ഞേക്കുന്ന ചിത്രം ഇരിക്കുന്നത് ഒരു ഭിത്തിയല്ല, അത് ആ വീട്ടിലാണ് ഇരിക്കുന്നത്. അല്ല ഭിത്തിയേൽ ഈ ചിത്രം ഇരിക്കുക. പകുതി വരച്ചു വെച്ചിരിക്കുകയാണ് ബ്രദറെ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇല്ല. ഈ പറഞ്ഞ പോലെ ചിത്രം ഇരിക്കുന്നത്. അതെ അതെ അതെ. ഞാൻ ആ എസ് എന്ന് പറയുന്ന പേരാ കണ്ടോണ്ടിരിക്കുന്നത് സിസ്റ്റർ. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടത്? അത് എന്റെ പേര് സുമ വി എസ്. എന്റെ ദൈവം, ഇത് ആരെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? എന്റെ പേര് സിസ്റ്ററുടെ പേര് സുമൈന. അതെ സിസ്റ്ററുടെ ഭവനത്തിലെ ചിത്രം ഇരിക്കുന്നത്. അതെ. ഓ, ഈ ചിത്രം ആരാ വരച്ചിരിക്കുന്നത്? ഞാനാ. സിസ്റ്ററാ വരച്ചേക്കുന്നത്. അതെ അതെ. ഓ, സ്വോത്രം കർത്താവ് യേശു. അപ്പം ഞാൻ ഈ ചിത്രം കണ്ടപ്പോൾ എസ് എന്ന് പറയുന്ന പേരാണ് ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടത്. സിസ്റ്ററുടെ പേര് എസ് സുമൈന അല്ലേ? അതെ അതെ. ഇന്ന് കർത്താവിനോട് ഉള്ളത്തിൽ പറഞ്ഞ ദൈവം തൊടുക കേട്ടോ. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം കാണാം. സിസ്റ്റർ, ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചിത്രം വന്ന് കാണാൻ വല്ല വഴിയുണ്ടോ? സിസ്റ്റർ വരച്ചു വെക്കുന്നത് ഈ കംപ്ലീറ്റ് ആകാത്ത ചിത്രം, കണ്ണ് മാത്രം വരച്ചു വെക്കുന്നത്. ഇല്ല. ഇന്ന് കർത്താവ് ഒരു തകർച്ചകളെ ദൈവം പണിതെടുക്കാൻ വേണ്ടി പോകട്ടോ. ഈ ദിവസങ്ങളിൽ കടന്നു പോയിട്ടുള്ള ഭാരങ്ങൾ കർത്താവ് പറയുക, ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കാവൂ സിസ്റ്ററെ. ആമേൻ പറഞ്ഞതിനെ പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ ആശകൾ നശിക്കത്തേയുള്ളൂ. അവൻ പല്ല് കടിച്ച് ഉരുകത്തേയുള്ളൂ. ദൈവത്തിന്റെ പദ്ധതി നിറവേറുക തന്നെ ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഓഗസ്റ്റ് മാസം 13 ജനിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, എപ്പോഴും ദുഃഖത്തിൻ്റെ അവസ്ഥയാണ് ആ വ്യക്തി. ഓഗസ്റ്റ് മാസം 13 ആ വ്യക്തി ജനിച്ചിരിക്കുന്നത്. എപ്പോഴും ദുഃഖത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പലപ്പോഴും നിങ്ങളെ ഒറ്റപ്പെടുത്തി, പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ പേരിൽ ഒറ്റപ്പെടുത്തി. പല സാഹചര്യത്തിൻ്റെ അകത്തും നിങ്ങളെ തള്ളിക്കളഞ്ഞു.
ഈ വ്യക്തിയോട് കർത്താവ് പറയുകയാണ് 2026 തീരുന്നതിൻ്റെ അകത്ത് തന്നെ നിങ്ങളുടെ കരം പിടിച്ച് നിന്നുകൊണ്ട് തന്നെ കർത്താവാണ് നിന്റെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് പറയുന്ന രീതിയിൽ ദൈവത്തിന്റെ അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാണ്. ആരാണോ ഈ ഓഗസ്റ്റ് 13-ാം തീയതി ജനിച്ച വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. തകർച്ചകൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ആമേൻ പറഞ്ഞു ആ ദൈവത്തിന്റെ അത്ഭുതം പറയാൻ വേണ്ടിയാണോ സിസ്റ്ററെ? ആമേൻ. എന്റെ പേര് ഹിമ. ഞാൻ ജനിച്ചത് ഓഗസ്റ്റ് 13-ആണ്. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥനയിൽ കൂടുന്നത് എന്റെ ഹസ്ബൻഡ് ഇഷ്ടമല്ല. അത് പറഞ്ഞ് എന്നെ ഒത്തിരി കളിയാക്കാറുണ്ട്. അതായത് സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ ആലോചന സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാ. അതെ. കണ്ടോ കർത്താവ് എത്രത്തോളം വിശ്വസ്തനാന്ന് നോക്കിക്കേ. ഇന്ന് ഭർത്താവ് കളിയാക്കും അല്ലേ, പരിഹസിക്കും അല്ലേ? അതെ, ഇന്ന് കർത്താവ് പറഞ്ഞ കരത്തെ വന്ന് പിടിച്ചിട്ട് നിന്റെ ദൈവം ജീവനുള്ള ദൈവം എന്ന് കർത്താവ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി പോ ദൈവം കേട്ടോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്ന അപ്പൊ ദുഷ്ടപിശാച് ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന് യേശുവിനെ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് ഈ കോഴിയുടെ കൂടുണ്ടല്ലോ, അത് വീടിന്റെ അകത്തുനിന്ന് ഒരു വ്യക്തി പുറത്തോട്ടിറങ്ങിയാൽ വീടിന്റെ വലതുവശത്തായിട്ട്, അതായത് വീടിന്റെ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ വലതുവശത്തായിട്ടാ കോഴിക്കോട്. പക്ഷെ ഒറ്റ കോഴി പോലും ആ കോഴിക്കോടിൻ്റെ അകത്തില്ല. ഒറ്റ കോഴി പോലും ഇപ്പം അതിൻ്റെ അകത്തില്ല. അത് മൊത്തം ഇങ്ങനെ ഉപയോഗമില്ലാതെ കിടക്കുവാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് കിടക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്ത് കോഴികൾ ഇരിക്കുന്ന ഒരു കാലഘട്ടം, ഒരു ടൈം കർത്താവിനെ കാണിക്കുക. ആ സമയത്ത് മത്തായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കാണുക. ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു ആ ഒരു കാലഘട്ടം, ഇപ്പോഴത്തെ സമയമല്ല, ഇതിൻ്റെ അകത്ത് കോഴികൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് മത്തായി എന്ന് പറയുന്ന പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമായി കണക്ഷൻ ഞാൻ ആ ഭവനത്തിൽ കാണുവാണ്. ഞാൻ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആ ഭവനത്തിന്റെ അകത്ത് കയറിക്കൂടിയ ഒരു പ്രതിസന്ധിയെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുവാണേ. ഏത് വീടാണോ ഈ അടയാളമുള്ളത്, ഏത് കാലഘട്ടത്തിന്റെ അകത്താണോ ഇത് കടന്നുപോയത്, ഇപ്പോൾ തന്നെ ആ ഭവനത്തിന്റെ അകത്തുനിന്നും കെട്ടുകൾ പൊട്ടി മാറുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പൊ ഞങ്ങളിത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഡെലിവറൻസിനെ കൽപ്പിക്കുന്ന ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ അത്ഭുതത്തെ കർത്താവ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏത് ഭവനമാണോ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചു, ദൈവം വലിയവ ചെയ്യാൻ വേണ്ടി പോവാ. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വം എന്ന് പറയുന്നത് പോലെ വൻ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. ആരുടെ ഭവനത്തിലാ അതുള്ളത്? സൂമിലാണെങ്കിൽ എന്തോ പറഞ്ഞു മിസ്റ്റർ. എന്റെ വീട്ടിലാണെങ്കിൽ ബാക്ക് സൈഡിലാണ് ഈ കോഴിക്കോട് ഉള്ളത്. അത് വലത് സൈഡിലാണ് അങ്ങോട്ട് ഇറങ്ങുമ്പം ഉള്ളത്. ഇപ്പൊ കോഴിയൊന്നും ഇല്ല, നേരത്തെ കോഴി ഉണ്ടായിരുന്നു. മത്തായി എന്ന് പറയുന്നത് എന്റെ മമ്മിയുടെ ഫാദറാണ് മത്തായി. ആളിപ്പോ ഉണ്ടോ സിസ്റ്ററെ? ഇല്ല, മരിച്ചുപോയി അല്ലേ? ഇദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഇതിന്റെ അകത്ത് കോഴിയുള്ള സമയമാണോ ഈ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ കാലത്ത് അന്നേരം ഇല്ലായിരുന്നു. പുള്ളി മരിച്ചിട്ട് കുറെ വർഷങ്ങളായി മരിച്ചിട്ട്. ഈ കാലഘട്ടത്തിന്റെ അകത്ത് ഞാൻ കാണുന്നത് ഇതിന്റെ അകത്ത് ഇപ്പൊ ഇതിനകത്ത് കോഴിയൊന്നുമില്ല. പക്ഷെ ഈ പിതാവിന്റെ സമയത്ത് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. കേട്ടില്ല? ഇല്ല. പിതാവിന്റെ സമയത്ത് ഇതിന്റെ അകത്തില്ല. അന്നേരം ഇല്ലായിരുന്നു. ഈ സമയത്തില്ല. അതിന് ശേഷമാണ് നിങ്ങൾ ഇത് മേടിച്ചേക്കുന്നത്. ഇതിപ്പോ 8 വർഷം ആയതേ ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ അകത്തൊന്നുമില്ല. ഇപ്പൊ ഇതിനകത്തൊന്നുമില്ല. ഈ കോഴി ഉണ്ടായിരുന്ന സമയത്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഞാൻ മത്തായി എന്നുള്ള പേരാണ് ആ ഭവനത്തിലുള്ള ആ വ്യക്തി നിമിത്തം കയറിക്കൂടിയ വിഷയങ്ങൾ. ഈ മത്തായി നിമിത്തം കുടുംബത്തിന്റെ അകത്ത് കയറിക്കൂടിയ ചില പ്രതിസന്ധികൾ ആ വ്യക്തിയിലൂടെ ഭവനത്തിന്റെ അകത്ത് കയറിക്കൂടി, ഭവനത്തിന്റെ അകത്ത് ചില വസ്തുവിന്റെ മേൽ കയറിക്കൂടി ആ വിഷയത്തിന്റെ മുഴുവൻ കലക്കിയതിനെ ഇന്ന് കർത്താവ് അഴിക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ ആ മണ്ണിന്റെ അകത്തുനിന്ന് നന്മ വരാൻ വേണ്ടി പോവാ. ആ മണ്ണുമായി പ്രശ്നം ഉണ്ടായിരുന്നു.
ഈ ഈ മത്തായിയുടെ ഭവനത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളിയുള്ള സമയത്ത് ഈ വസ്തുവിലെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കാര്യം വല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കർത്താവ് എല്ലാം അറിയുന്നു സിസ്റ്ററെ. ഇന്ന് ആ വ്യക്തിയുടെ നിമിത്തം ഈ സ്ഥലത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ഈ വിഷയം മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട വിഷയമല്ല. ഇതിന്റെ പിന്നിലുള്ള പൈശാചിക പ്രവർത്തികളെ ഇപ്പോൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ചുരുകും. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പ്രിയ മക്കളുടെ ഭവനത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു മാറട്ടെ. ആ സ്ഥലത്തിൽ നിന്ന് നന്മ വരാൻ വേണ്ടി പോസ്റ്റർ, നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തു നിന്നും നന്മ വരും കേട്ടോ, നന്മ വരും. അവിടെ നിന്ന് തന്നെ നന്മ കാണും. ഇവിടുന്ന് പോയാൽ മതിയെന്നാണ് പിശാച് പറയുന്നത്. മനസ്സിന്റെ അകത്ത് ഇങ്ങനെ നിറയ്ക്കുക, ഇവിടുന്ന് പോയാലേ രക്ഷപ്പെടത്തുള്ളൂ. പക്ഷെ കർത്താവിനുള്ളത്തിൽ പറഞ്ഞു ഇവിടുന്ന് നന്മയുമായിട്ടേ പോകത്തുള്ളൂ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച നന്മ അങ്ങോട്ട് കയറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാം അറിയുന്നു പ്രിയരെ, പരിശുദ്ധാത്മാവിനെ എല്ലാം അറിയാം കേട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങളിൽ മറക്കരുതേ, ആലപ്പുഴക്കാരെ, പത്തനംതിട്ടക്കാരെ, വയനാടുകാരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടിയുള്ള പ്രയർ സ്റ്റേഷന്റെ ഹോൾ അന്വേഷിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിൽ അന്യഭാഷയിലും പ്രാർത്ഥനയിലും ഈ കർത്താവിലുള്ള കൃപാവര ശുശ്രൂഷയിലും രോഗികളെ എറണാകുളത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പല ആൾക്കാരും കൊണ്ടുവന്നില്ല. രോഗികളെ കൊണ്ടുവരണം. അത്ഭുതകരമായ വിടുതലുകളെ കർത്താവ് അത് ചെയ്യും. കൊണ്ടുവന്നവരുണ്ട്, കർത്താവ് അവരെ തൊട്ടത് കണ്ടു. വലിയ പ്രവർത്തികളെ പരിശുദ്ധാത്മാവ് അവിടെ ചെയ്യുന്നത് കാണണമെന്ന് ആഗ്രഹമുള്ളവര് പ്രയർ സ്റ്റേഷനിലേക്ക് വരിക. ദേശത്തിന്റെ അകത്ത് കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകും. അതിനുവേണ്ടി ഒരു പകർച്ച അവിടെ സംഭവിക്കും. ലോർഡ് ജീസസ്. അപ്പൊ ഓരോ സ്ഥലങ്ങളിലെയും അയക്കുമ്പോൾ അവർ അങ്ങനെയുള്ള ആ പ്രാർത്ഥനയിൽ വരാൻ കഴിയുന്നവർ മാത്രമേ ജോയിൻ ചെയ്യൂ. ചുമ്മാ നിങ്ങൾ ചാടിക്കയറി എല്ലാത്തിനും ജോയിൻ ചെയ്യരുത്. ആലപ്പുഴയിലുള്ള അല്ലെങ്കിൽ പത്തനംതിട്ടയിലുള്ള അല്ലെങ്കിൽ അടുത്ത പ്രയർ സ്റ്റേഷൻ എറണാകുളത്തിന് വരാൻ കഴിയാത്തവരെല്ലാം അറിയുന്ന ലെഫ്റ്റ് ആവുക കേട്ടോ. ഏത് പ്രയർ സ്റ്റേഷനിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റത്തില്ലാത്ത ആളുകൾ അതിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യണേ. കാരണം വെറുതെ നിങ്ങൾ കൂടിയിട്ടും കാര്യമൊന്നുമില്ല. ദൈവത്തിന് വേണ്ടത് പ്രയോജനപ്പെടുന്നവരെയാണ്. ദൈവത്തിന് വേണ്ടത് മടിയന്മാരെ അല്ല, ആത്മാവിൽ എരിവുള്ളവരെയാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ആത്മാവിൽ എരിവ് കാരണം ഇനി അന്ത്യകാലത്ത് കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോവാ. വലിയ പകർച്ചകൾ സംഭവിക്കാൻ വേണ്ടി പോവാ. പരിശുദ്ധാത്മാവിന്റെ വലിയ ഇതുപോലെയുള്ള കൃപാവര ശുശ്രൂഷകൾ ജ്വലിക്കാൻ വേണ്ടി പോവാ. അപ്പം നിങ്ങൾ ലേസി ആയിട്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. ദൈവത്തിന് എപ്പോഴും പത്രോസ് ലീഹാനെ പോലെ രാത്രി മുഴുവൻ അധ്വാനിക്കുന്ന അധ്വാന വീരന്മാരെ ആവശ്യം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, എൻ്റെ യേശുവേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുക. ഞാനൊരു സർട്ടിഫിക്കറ്റിലാണ് ആ പേര് കാണുന്നത്. അഖിൽ KP എന്ന് പറയുന്ന ഒരു പേരൊരു സർട്ടിഫിക്കറ്റെ കാണും. അഖിൽ KP ഇനിഷ്യലും വെച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ കാണും. ആരാണോ ഈ അഖിൽ KPയുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ തന്നെ ആ പ്രൂഫ് ID മീൻസ് സർട്ടിഫിക്കറ്റല്ല ഞാൻ കാണുന്നത്. അത് ബേസ് ചെയ്ത് അഖിൽ KP എഴുതിയേക്കുന്ന സർട്ടിഫിക്കറ്റ് 2009 എന്ന വർഷവുമായിട്ടൊരു കണക്ഷൻ ഉള്ള വ്യക്തിയാണ്. ആ വർഷവുമായിട്ട് ആ സർട്ടിഫിക്കറ്റുകളിൽ ഏതോ ഒരെണ്ണത്തിന് കണക്ഷൻ ഉണ്ട്. അഖിൽ KP എന്നാണ് ഈ വ്യക്തിയുടെ പേര് കാണിക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഓ ലോർഡ്, ഇന്ന് ആ മകനുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഏത് ഭവനമാണോ, ഇപ്പോൾ തന്നെ യേശുവേ അങ്ങയുടെ നാമത്തിൽ അവനെ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ദൃഷ്ടി അവനിൽ നിന്ന് മാറിപ്പോട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് ഏത് ഭവനത്തിൽ ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അഖിൽ KP എന്നാണ് അവൻ്റെ ഇനിഷ്യലി ഞാൻ കാണുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. ആമേൻ പറഞ്ഞ് ആ മകന് വേണ്ടി സ്വീകരിച്ചോണേ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണേ. ദൈവം വീര്യപ്രവൃത്തിയുടെ ദൈവമാണ്. സൂമിലോ ലൈവിലോ എവിടെ ഇരുന്നുകൊണ്ടാണ് കേൾക്കുന്നത്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തു, ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തു. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാവോ? ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാനിപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ യേശുവേ, അങ്ങയുടെ മഹത്വം ആ തലമുറയുടെ മേൽ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവ് തൊടുന്ന കൃപയ്ക്ക് നന്ദി, സാക്ഷ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു റെജിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. റെജിയുടെ ഭവനത്തിൽ തന്നെ ഞാൻ രാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടെ കാണുക. റെജിയുടെ ഭവനവുമായി ബന്ധപ്പെട്ട് രാജീനെ ഞാൻ കാണുവാണ്. ഇത് രണ്ടുമായി ബന്ധപ്പെട്ടത് ആരാണോ, യേശുവേ അങ്ങയുടെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, റോഷമനഹടദൽ കെനാസിയാന്തിരിമ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് റെജിയുടെ ഭവനത്തിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി വരട്ടെ. ഇപ്പോൾ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ എൻ്റെ യേശുവേ അങ്ങയുടെ മഹത്വം എന്ന് വെളിപ്പെടട്ടെ, മഹത്വം എന്ന് വെളിപ്പെടട്ടെ, മഹത്വം എന്ന് വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ്. പറഞ്ഞു സിസ്റ്റർ. ആ, ഞങ്ങളുടെ എന്റെ അയൽവക്കത്തുള്ളതാണ് റെജിയുടെ പെങ്ങളാണ് രാജി. റെജിയുടെ ഇതാരാണ് അനാവശ്യമായിട്ട് റെജിയുടെ പെങ്ങള് റെജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പെങ്ങളാ അല്ലേ? അതെ സിസ്റ്റർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവ് ഇന്ന് അവരെ നേടുവാൻ ഒരു അഭിഷേകത്തെ പകരുവാണേ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബ്രദറെ, ഞാൻ എന്റെ ബ്രദറിന്റെ പേര് റെജി. അവിടെ നിൽക്കുന്ന പെങ്കൊച്ചിന്റെ പേരാണ് രാജി. അപ്പൊ ഞാൻ ഇന്ന് എന്റെ ബ്രദറിന് വേണ്ടി ഒരു ടെസ്റ്റിമണി പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഒരു 4 വർഷമായിട്ട് എന്റെ ബ്രദറിന് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വന്നു. ഈ വൈഫ് സ്ട്രോക്കിൽ അതിന്റെ സ്ട്രെസ്സിൽ നിന്ന്. അപ്പൊ ആ എല്ലാ മാസവും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഈ ഒരു മോഗ് ഡിസീസ് എന്ന് പറഞ്ഞൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ മാസം ചെയ്തപ്പോ അത് നെഗറ്റീവായി 4 വർഷങ്ങൾക്ക് ശേഷം. അതൊരു ഭയങ്കര ടെസ്റ്റിമണിയാണ്. അത് ബ്രദർ തൊടുപുഴ വന്ന് കൈവെപ്പ് ശുശ്രൂഷ കഴിഞ്ഞപ്പോ തൊട്ട് പുള്ളിക്ക് അതിന്റെ മാറ്റം ഫീൽ ചെയ്യാൻ തുടങ്ങി. എല്ലാ മഹത്വം ദൈവത്തിന്. ബ്രദറിലൂടെ ഒത്തിരി ആൾക്കാർ വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബ്രദറിന് ഇന്ന രോഗത്തിന്റെ പേര് എനിക്ക് മനസ്സിലായില്ല സിസ്റ്റർ പറഞ്ഞത്. ആ പേര് മോഗ് എന്ന് പറഞ്ഞൊരു ഡിസീസ്. മോഗ് അല്ലേ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ മോഗ്. അപ്പൊ ആ രോഗത്താൽ ഭാരപ്പെടുമായിരുന്നു പ്രിയ ബ്രദർ. തൊടുപുഴ പ്രാർത്ഥനയ്ക്ക് വന്നായിരുന്നു, കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തായിരുന്നു. സിസ്റ്റർ പറയാം അതിനുശേഷം 4 വർഷമായിട്ട് ഇന്ന് വരെ നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ കർത്താവ് അത്ഭുതം ചെയ്തു. ദൈവത്തിന്റെ സാക്ഷ്യം അത് വലിയ തുടക്കമാണ് സിസ്റ്റർ. ഭവനത്തെ ദൈവം ഓരോ അത്ഭുതങ്ങളും ഓരോ ആരംഭങ്ങളാണ്. യേശുവിനെ അത് റിലീസ് ചെയ്യുന്നപ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. ഏപ്രിൽ മാസം 1-ാം തീയതി ജനിച്ചൊരു വ്യക്തി, ഏപ്രിൽ മാസം 1-ാം തീയതി ജനിച്ചൊരു വ്യക്തി. ഞാൻ ആ ഭവനത്തെ കർത്താവിനെ കണക്ക് ഏപ്രിൽ മാസം 1-നാണ് ജനിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളത്തിൽ കർത്താവ് എന്നെ കാണിക്കുവാണ്. ഈ സ്റ്റെയർ ഇറങ്ങി വരുന്ന വഴിക്ക് ആരാ സിസ്റ്ററെ മ്യൂട്ട് മാറ്റാൻ പറ്റുമോ? ഏപ്രിൽ 1 ഇനി കേട്ടോണേ. ഈ വീടിന്റെ വലതുവശത്തായി, വീടിന്റെ വലതുവശമല്ല, വീടിന്റെ സൈഡ് വശത്തായിട്ട് ഒരു സ്റ്റെയർ കേസ് ഉള്ള ഭവനമാണോ ഇത്? സ്റ്റെയർ കേസ് ഒരു നട ഒരു ചെറിയൊരു ഔട്ട് ഹൗസ് പോലെ ഒരു ഇതുണ്ട്, അതിന് അങ്ങനെ സ്റ്റെയർ ഉണ്ട്. സ്റ്റെയർ ഉള്ള വീടാ അത്? അവിടെയാണോ ഈ ബ്രദർ താമസിക്കുന്നത്? വീടിന്റെ ഇപ്പുറത്തെ ഒരു ഔട്ട് ഹൗസ് പോലെ, അവിടെ അതിനോട് സൈഡിൽ ഇങ്ങനെ സ്റ്റെയർ പോകുന്നുണ്ട്. ഈ സഹോദരൻ താമസിക്കുന്നത് ആ ഭാഗത്താണോ? അതായത് ഈ സ്റ്റെയർ ഉള്ള സ്ഥലത്താണോ? അല്ല അല്ല, വീട്ടില മെയിൻ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അതാ ചോദിച്ചത്. ഈ വീടിന്റെ ചേർന്ന സ്റ്റെയർ അല്ലേ ഇത് ഉള്ളത്, ഈ ഔട്ട് ഹൗസ് ഉള്ളത്? ബ്രദറെ, വീടും സ്റ്റെയറും ഔട്ട് ഹൗസും നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. 2 വീട് പോലെ നിൽക്കുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ സർക്കിൾ ഉള്ളതല്ലേ ഈ ഏപ്രിൽ 1 ജനിച്ച ഈ വ്യക്തിയുടെ സർക്കിളിന്റെ അകത്ത് തന്നെ ഉള്ളതാ. അപ്പൊ ഞാൻ അതുപോലെ കാണുന്ന ഒരു കാഴ്ച, ഈ സ്റ്റെയർ ഇങ്ങനെ ഇദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ആ മറഞ്ഞിരിക്കുന്ന ഒരു അപകടം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഇന്ന് അത് ക്യാൻസൽ ആകുമെന്നുള്ളത് കർത്താവ്. അത് ഞാൻ പറഞ്ഞത്, ഈ സ്റ്റെയർ ഉള്ള ഭവനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ അവിടെ ആ സ്റ്റെയറിൽ നിന്നൊരു പിടുത്തം, അത് നിമിത്തം ഒരു വീഴ്ച പ്ലാൻ ചെയ്ത് വെച്ചതിനെ ഇപ്പൊ കർത്താവ് അത് ക്യാൻസൽ ചെയ്യുകയാണ്. ആമേൻ പറഞ്ഞ മകന് വേണ്ടി ഏറ്റെടുത്തു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വലിയൊരു മാറ്റം മകന്റെ മേൽ വെളിപ്പെടും. അവന്റെ സ്വഭാവത്തിൽ പോലൊരു മാറ്റം കാണാൻ വേണ്ടി ഇപ്പൊ വ്യക്തിയുടെ
ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ ഈ പല്ല് ഉണ്ടല്ലോ, പല്ലുകൾ, ഈ നമുക്കറിയാം ഈ ഈ പല്ലുകളുടെ ഷേപ്പില് അങ്ങനത്തെ കുറേ സാമഗ്രികൾ ഇങ്ങനെ ഒരു വീടിന്റെ അകത്തൊരു മുറി ഞാൻ കാണുക. പ്ലാസ്റ്റർ പാരീസ് പോലത്തെ സംഭവം കൊണ്ട് പല്ലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഭവനം, പല്ലിന്റെ ഷേപ്പില് പല്ലുകൾ ഇങ്ങനെ ഷേപ്പായിട്ട് ഒരു വായ്ക്കകത്ത് എങ്ങനെയാണോ പല്ലിരിക്കുന്നത് അതേപോലെ ഈ പ്ലാസ്റ്റർ പാരീസ് പോലെ എനിക്ക് തോന്നുന്നത്, അതെന്ത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയത് ഞാൻ അറിയത്തില്ല, അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മുറി ഞാൻ കാണുക. അത് ഏത് വീടുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇതിരിക്കുന്നത്, ഈ പല്ല് ഞാൻ കാണും. ശരിക്കും മനുഷ്യന്റെ പല്ലുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക അതുപോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട്. കാഴ്ചയിൽ അതുപോലെ തോന്നുന്നത് പ്ലാസ്റ്റർ പാരീസ് പോലെ. അത് ഏത് വ്യക്തിയുടെ ഭവനത്തിന്റെ അകത്താണോ ഇരിക്കുന്നത് അതൊരു അടയാളമായിട്ട് കാണുവാണ്. ആ ഉപയോഗിക്കുന്ന മുറിയുടെ ഉടമസ്ഥൻ ആരാണോ ഇന്ന് അവിടെ കർത്താവിൻ്റെ ഒരു സ്പർശനം വെളിപ്പെടുക. ഏത് വീട്ടിലാണോ അതിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഏത് ഭവനത്തിലാണോ ഇരിക്കുന്നത് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റിയാട്ടെ. പറഞ്ഞു സിസ്റ്ററെ. പല്ലിന്റെ ഈ പല്ലിന്റെ ഒരു പ്ലാസ്റ്റിക് പോലെ ഒരു വെപ്പുപല്ല് ഇങ്ങനെ വെക്കുന്നിട്ട് വരി മൊത്തം ഉള്ളത്, അത് മേശയ്ക്കകത്തിരിപ്പുണ്ട് റൂമില്. അതേത് മുറിയിലായിരിക്കുന്നത്? അത് ഹാളിൽ നിന്ന് കയറുമ്പോ നടുക്കത്തെ മുറിയിലാണ്. ആരാ അത് ഉപയോഗിക്കുന്നത് സിസ്റ്ററെ? മോന്റെ മുറിയാണ്. മോന്റെ മുറിയാ. ഇന്ന് കർത്താവ് എന്റെ വീട്ടിലും അങ്ങനെ ഉണ്ട്. ഈ ആ മുറിയിൽ ആരാ ഉപയോഗിക്കുന്നത്? ജനുവരി മാസവുമായിട്ട് ബന്ധമുള്ള ആളാരാ? ജനുവരി മാസവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയുള്ള ഭവനവേദാത് ഈ പറഞ്ഞ മുറിയിലിരിക്കുന്ന ആളാണോ? മക്കളുടെയും ബർത്ത്ഡേ ജനുവരിയില്ല. ഈ പറഞ്ഞ മുറിയിലുള്ള ആളാരാ? അല്ല, എന്റെ മക്കളുടെ ബർത്ത്ഡേ. ഈ പല്ലിരിക്കുന്ന മുറിയിലാണോ ഈ ക്രയവിക്രയം നടക്കുന്ന? ഈ ഞാനും പിള്ളേർ രണ്ടുപേരും എന്റെ കൂടെ കിടക്കുന്നത് ആ മുറിയിൽ. ജനുവരിയിലാണ് മക്കൾ രണ്ടുപേരും ജനിച്ചേക്കുന്നത് അല്ലേ? അല്ലേ? രണ്ടുപേരും ജനുവരിയിലാ. മൂത്തയാളും ജനുവരിയിലാണ്, ഇളയാളും ജനുവരിയിൽ അല്ലേ? ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇപ്പോൾ തന്നെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സിസ്റ്റർ, ഞാൻ എസ് എന്ന് പറയുന്ന ഒരു അക്ഷരം ഇങ്ങനെ ഈ ചുമരിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുക. എസ് എന്ന് പറയുന്നത് യെസ്, അത് മക്കളുടെ പേരുടെ ആദ്യം എസ് ആണ്. സിയാൻ സ്റ്റെഫാനോ. ഭിത്തിയിൽ അവർ പെൻസിൽ വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ കർത്താവ്, ഇത് വല്ല ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ സിസ്റ്ററെ? ഇല്ല. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവം. കണ്ടോ എത്രത്തോളം ദൈവം നമ്മുടെ ഭവനങ്ങളുടെ അകത്തെ കാണുന്നു സിസ്റ്ററെ. വീട് തുറക്കാതെ, വീടിന്റെ അകത്ത് വരാതെ തന്നെ പരിശുദ്ധാത്മാവ് തന്റെ പ്രവചനാത്മാവിലൂടെ ഇതെല്ലാം ഒരു കാര്യം നമ്മളെ ഉറപ്പിക്കുവാണ്: യേശു ജീവിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരം നമ്മുടെ നടുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഈ ദിവസങ്ങളിൽ അനേക ഇടങ്ങളിൽ എന്നോട് കർത്താവ് പറഞ്ഞത് അനേക ജ്വലനങ്ങൾ സംഭവിക്കാൻ വേണ്ടി ഇപ്പോൾ വലിയ പകർച്ചകൾ ഇനി നിങ്ങളുടെ പട്ടണത്തിൽ ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന ദുഷ്ട പൈശാചിക വ്യക്തികളുടെ കെട്ടുകളെ പൊട്ടിക്കുക. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അയൽവക്കത്ത് നടക്കുന്ന അനർത്ഥങ്ങൾ, ആ പട്ടണത്തിൽ നടക്കുന്ന ഒരു നീതിമാനുണ്ടെങ്കിൽ യഹോവ പട്ടണത്തെ നശിപ്പിക്കുന്നത് വളരണം, ആത്മാവിന്റെ അഭിഷേകത്തിൽ വളരണം. അതിനുവേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. വലിയ പകർച്ച ഈ ദിവസങ്ങളിൽ മുഴുവൻ പകർച്ചയുടെ മാസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കൈവപ്പ് ശുശ്രൂഷ ചെറിയ കാര്യമല്ല. സൗകര്യം പറഞ്ഞു കേട്ടില്ലേ, ആ ബ്രദറിന് 4 വർഷമായിട്ട് രോഗമായിരുന്നു. ആ തൊടുപുഴയിലെ ഇമ്പാർട്ടേഷൻ കൈവപ്പ് ശുശ്രൂഷയിൽ വലിയൊരു പകർച്ച. അത് എൻ്റെ കൈയുടെ പ്രത്യേകതയല്ല പ്രിയരെ, ആ അഭിഷേകത്തിന്റെ പ്രത്യേകത. ഓരോ വ്യക്തിയെയും ദൈവം അഭിഷേകത്തിന്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, അഭിഷക്തന്മാർക്കോ ദൈവദാസന്മാർക്കോ എതിരെ നിങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പകർച്ച നിങ്ങളുടെ മേലും ഉണ്ടാവും. ആ കൈവപ്പിലൂടെ ഒരു പകർച്ച ദൈവം ചെയ്യും. അത് വെക്കുന്നയാളുടെ മിടുക്കല്ല, പകരം പരിശുദ്ധാത്മാവിന്റെ മിടുക്ക കേട്ടോ. ലോർഡ് ജീസസ്, അപ്പാ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ യേശുവേ, താങ്ക് യു ലോർഡ് ജീസസ്. എന്നാ സഹോദര കുടുംബത്തെ കർത്താവ് ഇടപെട്ടതുകൊണ്ടോ ഓരോ ഭാഗത്തെയും ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഞാനൊരു സർട്ടിഫിക്കറ്റാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ ആ സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് സിൽവർ എന്നൊരു ഹെഡിങ്, സിൽവർ ആ ഒരു പേര്, ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ കാണും. സിൽവർ,
അതെന്തുകൊണ്ടാണ് അത് സിൽവർ നിലയ്ക്ക് എഴുതിയേക്കുന്നതാണ്, സിൽവറിന് എഴുതി വെച്ചേക്കുക ആ സർട്ടിഫിക്കറ്റിൽ. അതിൽ 17 എന്നൊരു നമ്പരും കൂടെ ഞാൻ ആ സർട്ടിഫിക്കറ്റെ കാണുക. അത് ആരുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഈ സിൽവർ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അത് എന്തുവാണ് അതുമായിട്ടുള്ള ബന്ധം, സിൽവറും ഈ ഇതുമായിട്ടുള്ള കണക്ഷൻ എന്താണോ, 17 എന്നൊരു നമ്പരും ആ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ കാണുക. അതാരുമായി ബന്ധപ്പെട്ടതാണോ ഇപ്പോൾ തന്നെ ഏറ്റെടുത്തോണെ. കർത്താവെ, ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, ഞാനിത് റിലീസ് പറഞ്ഞു. സുരേഷ് ബാബുവാണ്. ഞാൻ സിംഗപ്പൂർ എക്സ്റേ വെൽഡിങ് അടിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ആണ്, അത് സിൽവർ ആണ്. 2017 അത് പാസ്സായത്. ഈ അതെന്തുവാ ബ്രദർ, ഈ സിൽവർ എന്ന് പറഞ്ഞ എന്തുവാ അത്? അത് എക്സ്റേ വെൽഡിങ്ങിന്റെ അവിടെ ടെസ്റ്റ് അടിച്ച് പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ്. ഓ, അതിനാണ് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നത്, സിൽവർ എന്ന് മെൻഷൻ ചെയ്തേക്കുന്നത്. അതെ അതെ, സിൽവർ. അതെ ഓ സിൽവർ. കർത്താവേ, അങ്ങനെയാണ് അവിടുത്തെ ഗവൺമെന്റ്. അവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ അടിക്കുന്നത്. അതെ അതെ, സിൽവർ. അത് ഓരോ സ്റ്റേജ് ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ സിൽവർ. അതിൽ നമ്മള് സെക്കൻഡ് കിട്ടുന്ന അങ്ങനെ അനുസരിച്ചിട്ട് ഗോൾഡൻ വരെ കിട്ടുകയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് സിൽവർ എന്ന് മെൻഷൻ ചെയ്തു. കട്ടായി പോയ ബ്രദറെ, ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണോ ബ്രദറെ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ സഹോദരൻ എഴുതിയ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? സഹോദര കേൾക്കുന്നുണ്ടോ പറഞ്ഞത്? കട്ടായി പോയോ? ഞാനതുകൊണ്ടാണ് സിൽവർ എന്നൊരു സർട്ടിഫിക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ നമ്മുടെ കേൾക്കാം, സിൽവർ എന്നാണ് സർട്ടിഫിക്കറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ? സ്തോത്രം. ഇന്ന് ആ കർത്താവ് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോയി. എനിക്കറിയത്തില്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഗുഡ് ന്യൂസ്, ഭയങ്കരമായി സന്തോഷം തരുന്ന ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി ആമേൻ പറഞ്ഞ ആ ദൂതിനെ അങ്ങ് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഞങ്ങളെ പ്രവചന ആലോചനയെ പ്രിയമകന്റെ മേലേക്ക് റിലീസ് ചെയ്യുന്ന നന്മ അങ്ങോട്ട് നിറയട്ടെ. എൻ്റെ യേശുവേ, ദൈവത്താലുള്ള നന്മകൾ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നതാണ്. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സമയം നമുക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? കർത്താവേ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവം. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ വീര്യപ്രവർത്തികൾ സംഭവിക്കുന്നല്ലോ യേശുവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ കർത്താവേ, എൻ്റെ യേശുവേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. റുമാഹലഷിയാംബിനി ഹറബസിയാന്തിരി കമാനറ ഖറബസിയാന്തിരി ഷൽക്കറാമൻ ഹടാദർക്കിമാന സഫ്രഹറ്റേരിയാംതിരി കമസഖേരിയാന്തിരി. ഓ എൻ്റെ യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കർത്താവേ, ആ ഭവനത്തെ അങ്ങ് തൊടുന്നല്ലോ അപ്പ. എൻ്റെ കർത്താവേ, ഞങ്ങൾ ആ ഭവനത്തെ സ്പർശിക്കുന്നല്ലോ. ഓ യേശുവേ, അങ്ങ് തൊടുന്നല്ലോ അപ്പ. റീഖൽ ബൊറോൽ കിമിനിയ കഫറക സിറ്റി ബിലി ഫറൈസിയ മിന ഷോബ്ല സൈൻഡ ഹറാബന ഹസ്ബന റിഗതേരി കമസഖേരിയാന്തിരി സോഫ്രഹറ്റേരി മലക ബറക മസഖേന റബെലിയ റദേരിയ മസോറിയ ടിബേരിയ ഷമനഹട. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണി. 1971 ജനിച്ച ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഭവനമാണ്. ഈ വ്യക്തിയുടെ അലമാര തുറക്കുമ്പോൾ തന്നെ അത് ഫുട്ബോൾ ആണോ അതോ ഫുട്ബോളിന്റെ ഷേപ്പുള്ള ഒരു കവറാണോ, എനിക്കത് അത്ര വ്യക്തമല്ല, അവ്യക്തമാണ്. ഫുട്ബോൾ പോലെ ഇരിക്കുന്നു. അതിന് റിയൽ ഫുട്ബോൾ ആണോ അതോ ഫുട്ബോളിന്റെ ഒരു പ്ലാസ്റ്റിക് കൂടയിൽ ഫുട്ബോളിന്റെ പടം വെച്ചിരിക്കുന്നതാണോ എനിക്ക് അറിയത്തില്ല. ഈ 1971 ഒരു വ്യക്തി ആ ഭവനത്തിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു. ഈ അലമാരയ്ക്കകത്ത് ലെഫ്റ്റ് സൈഡിന്റെ അകത്ത് കവറുമായി ബന്ധപ്പെട്ടൊരു ഫുട്ബോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതേത് ഭവനത്തിന്റെ അലമാരിക്കകത്താണോ ഇതിരിക്കുന്നത്, ആരാണോ അത്, ആ വർഷം ജനിച്ച വ്യക്തിയുമായിട്ട് കണക്ഷനുള്ള ഭവനം യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ ഏത് ഭവനമാണോ, ഒന്ന് സൂമിൽ ഇത് കേൾക്കുന്നവരാണെങ്കിൽ, ലൈവിൽ ഇത് കേൾക്കുന്നവരാണെങ്കിൽ, ഏത് ഭവനത്തിലാണ് അതിരിക്കുന്നത് കർത്താവിന് തൊടുക. എൻ്റെ യേശുവേ, അങ്ങയുടെ നാമം മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവർത്തികളെ സംഭവിക്കാൻ വേണ്ടി ഞങ്ങൾ റിലീസ് ചെയ്യണം. എൻ്റെ യേശുവേ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നതെങ്കിൽ മ്യൂട്ട് മാറ്റുക. കർത്താവിന്ന്
അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചോണേ. എന്ന കർത്താവ് ആ വ്യക്തികളെ തമ്പുരാൻ തൊടാൻ വേണ്ടി പോവാ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങ് അവരെ തൊടുന്നല്ലോ. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പ. ആലമാരി തുറന്നു പോയി നോക്കുക, ആ കവർ അവിടെ തന്നെ ഉണ്ടോ നോക്കുക. ഈ ഫുട്ബോളുമായിട്ട് എന്താണോ അതിന് കണക്ഷൻ ആ അലമാരിക്കകത്ത്. യേശുവേ, പറയാനുള്ളവരല്ല എങ്കിൽ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കണേ എൻ്റെ യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങളൊന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? രോഗികളായി ഭാരപ്പെടുന്നവരോ വേദനയാൽ ഭാരപ്പെടുന്നവരോ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? തേയ്മാനമുള്ളവര്, മുട്ടുവേദനയുള്ളവര്, ശരീരത്തിൽ മുഴയോ നീരോ ഏത് വേദനയാണ്, വിരലുകളോ കൈകളോ ആന്തരിക അവയവങ്ങളോ ഷുഗറോ പ്രഷറോ ഏത് കൗണ്ടാണോ നിങ്ങൾക്ക് ഹൈ ആയിട്ട് നിൽക്കുന്നത്, ശരീരത്തിന്റെ അകത്ത് എവിടെയാണോ വേദന ഉള്ളതിന്, ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്റെ കൂടെ ഇത് പ്രാർത്ഥിക്കാവോ? ഒന്ന് കൈയെടുത്ത് വെക്കാവോ? ഒരു കാര്യം പറഞ്ഞു സിസ്റ്റർ. എന്റെ ഭർത്താവിന് ഇന്ന് പെട്ടെന്ന് കാലിൽ നീരുണ്ടായിട്ട് കുറച്ച് ദിവസമായി നീരുണ്ടായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പം ECG ഒക്കെ എടുത്തു നോക്കി, ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. എന്നാലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. ECG അകത്ത് കുഴപ്പമുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ ആയിട്ട് പോലെ ഉണ്ടായിരുന്നു, അറിയാത്തയാണെന്ന് പറഞ്ഞു. പ്രസിഡന്റ് നാളെ തന്നെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നാളെ ഞങ്ങള് പോകാനായിട്ടിരിക്കും ഹോസ്പിറ്റലില്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി കർത്താവ് ഞങ്ങളുടെ അത്ഭുതം ഇന്നിപ്പോ അവിടെ ഉണ്ടാകട്ടെ. അപ്പൊ പ്രിയ കർത്താവ് പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം അവിടെ കാണും. നമുക്ക് ഒരുമിച്ച് രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ആ പിതാവിനെയും കർത്താവ് സൗഖ്യമാക്കും. ആ രോഗമുള്ള ഭാഗത്ത്, നീരുള്ള ഭാഗത്ത്, മുഴയുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത്, തേയ്മാനമുള്ള ഭാഗത്ത്, കണ്ണാടി ഉള്ളവർ കണ്ണാടി ഊരി ആ മാറ്റിവെച്ച് കണ്ണാടി ഇല്ലാതെ വായിക്കും. ഇയർബഡ്സ് ഒക്കെ ഊരി മാറ്റിക്കുക. ഇയർബഡ്സ് ഇല്ലാതെ കേൾക്കാൻ വേണ്ടി പോവാണ്. ഇനി നിങ്ങൾ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്നെങ്കിൽ ആ വാക്കിംഗ് സ്റ്റിക്ക് എടുത്തൊന്ന് മാറ്റിവെച്ച് സെമാഫ്രെയിമോ എന്താണോ ആ വോക്കർ എല്ലാം എടുത്തൊന്ന് മാറ്റി യേശുവിന്റെ നാമത്തിൽ. അതെല്ലാം ഒന്ന് ആ മരുന്ന് കുപ്പിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈവച്ചോ. കർത്താവിന്റെ രോഗത്തെ വഹിച്ചതാണ്. പറഞ്ഞ കർത്താവിന്റെ രോഗത്തെ വഹിച്ചതാണ്. കർത്താവിന്റെ വേദന ചുമന്നതാണ്. എൻ്റെ രോഗത്തിന് വേണ്ടി യേശു മുറിവേറ്റൊന്ന് കണ്ടേ. ആ ക്രൂശിലോട്ട് നോക്കി. നമ്മൾ കേട്ടതുപോലെ ക്രൂശിന്റെ വചനം നശിക്കുന്നവർക്ക് ഭോഷത്വമാണെങ്കിൽ എനിക്കിപ്പോൾ അത് ദൈവത്തിന്റെ ശക്തിയായിട്ട് എൻ്റെ ബോഡിയിൽ വ്യാപരിക്കാൻ പോവാ. ആ രോഗത്തിന്റെ മേൽ ക്രൂശിന്റെ വചനം വ്യാപരിക്കാൻ വേണ്ടി പോവാ. ഇപ്പോൾ തന്നെ യേശു എന്നിപ്പോൾ പറഞ്ഞ എൻ്റെ രോഗം യേശു വഹിച്ചു. പറഞ്ഞ് ഞാൻ നടക്കാൻ വേണ്ടി യേശു വില കൊടുത്തു. ഞാൻ ഓടാൻ വേണ്ടി യേശു വില കൊടുത്തു. ഞാൻ സൗഖ്യമാകാൻ വേണ്ടി യേശു വില കൊടുത്തു. ഞാൻ അത്ഭുതമാകാൻ വേണ്ടി യേശു വില കൊടുത്തു. കർത്താവേ, അങ്ങനെ എൻ്റെ രോഗത്തെ വഹിച്ചു. പറഞ്ഞു യേശു എൻ്റെ വേദന ചുമന്നു. കൈ മാറ്റരുതേ, കൈ അവിടെ തന്നെ വെക്കണമേ. ശരീരത്തിന് മേൽ കൈവച്ച് ഹീലിംഗ് പവറിനെ റിലീസ് ചെയ്യുന്നപ്പാ. സൗഖ്യമാക്കുന്ന ദൈവരാജ്യം പ്രസംഗിക്കാനല്ല, ദൈവരാജ്യം കാണാൻ വേണ്ടിയുള്ളതാണല്ലോ അപ്പ. ദൈവരാജ്യം കർത്താവ് നിങ്ങൾ പോയി പുറപ്പെട്ട് എല്ലായിടത്തും ദൈവരാജ്യം പ്രസംഗിക്കണം. ഫുൾ സ്റ്റോപ്പ് ഇടരുതേ. അടുത്ത വാക്യം പറഞ്ഞു രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിക്കുക. എൻ്റെ യേശു കൈവച്ച കരത്തിലൂടെ കർത്താവേ ആ വേദന ഇപ്പോൾ വേരോടെ പിഴുതു മാറുക കേട്ടോ. കർത്താവായ യേശുവിൻ്റെ നാമത്തിലെ രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗത്തിൻ്റെ ദുരാത്മാവിനെയും ആ രോഗശക്തിയെയും ആ വേദന കൊണ്ടുവന്ന രോഗ കാരണത്തെയും, എന്താണോ രോഗം വരാൻ കാരണം, എന്താണോ വേദനയ്ക്ക് പിന്നിലെ രഹസ്യം കാരണം, ഇപ്പോൾ ആ കാരണത്തിന് റൂട്ട് കോസിനെ വെട്ടിവിടുന്നു. റഖേലിയ, ശംധേരിയ, റാമേനിയ, സാഖീരിയ. ഹീലിംഗ് പവർ ഇസ് മൂവിങ്. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം, അത്ഭുതകരം. ഹീലിംഗ് പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. In the name of Jesus Christ, the power of healing is moving. In the name of Jesus, ആ ശക്തി വ്യാപരിക്കുന്നല്ലോ. Healing power is moving. Lord Jesus, ആ കൈക്കകത്തൂടെ ശക്തി വ്യാപരിക്കട്ടോ. Healing power is moving. In the name of Jesus Christ. അത്ഭുത സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്യാവോ?
ഒന്ന് ചെക്ക് ചെയ്തേ. ഇപ്പൊ പ്രാർത്ഥിച്ചവര് തിരിച്ചോ മറിച്ചോ എങ്ങനെയാണോ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ വേദന വെച്ചവര് പ്രാർത്ഥിച്ചവര് ഒന്ന് ചെക്ക് ചെയ്തേ. വേഗത്തിൽ ചെക്ക് ചെയ്ത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, വേഗത്തിൽ ചെക്ക് ചെയ്ത്. ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മാറ്റമുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? എനിക്കൊരു പൂർണ്ണ വിടുതൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റുക. റബക്കൽ ബാസിയാന്തിരി. ഈ മ്യൂട്ട് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? മറ്റാരും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? ഹലോ ബ്രദറെ. പറഞ്ഞു. എന്റെ മുട്ടിന്റെ നല്ല വേദനയായിരുന്നു. അപ്പൊ ഞാൻ ബ്രദറിന്റെ നേരത്തെ വചനം കേട്ടപ്പോ ഞാൻ പറഞ്ഞു, കാൽവറി ക്രൂശിൽ കർത്താവ് നമ്മുടെ സഭയുടെ അവയവങ്ങളാണെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ചത്തെ കാലിലെ അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആ വേദന വിട്ടുപോയി. പിന്നെ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് ചെവിക്കകത്ത് ഇങ്ങനെ വെള്ളം പോയിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു മൂളിച്ച പോലെ ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോ കൈ വെച്ചപ്പോ ബ്രദറ് പ്രാർത്ഥിക്കുന്ന സമയം ദൈവശക്തി നമ്മുടെ ശരീരത്തേക്ക് കൈ വെക്കുമ്പോൾ വ്യാപരിക്കുന്ന ശരിക്കും അറിയാം. എന്റെ ദേഹം മുഴുവൻ വിറയ്ക്കുന്ന പോലെ വന്നു. ചെവിക്ക് അതങ്ങ് മാറിയപ്പോ. എത്ര നാള് ബ്രദറെ ബുദ്ധിമുട്ടായിരുന്നു? കാലിലും ചെവിക്കും എത്ര നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന? ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടൊന്നും അത് മാറുന്നില്ല. പക്ഷെ കർത്താവ് നമ്മുടെ സഭ നമ്മുടെ കർത്താവിന്റെ ശരീരവും അത് നമ്മൾ കർത്താവിന്റെ അവയവങ്ങൾ യേശുവിന് മുട്ടുവാനില്ല, അതുകൊണ്ട് എന്റെ കാലിൽ മുട്ടുവാൻ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കൈവച്ച് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ വേദന വിട്ടുപോയി. ഇത് വലിയ വിശ്വാസമാണ് ബ്രദർ പറഞ്ഞത്. കണ്ടോ, കേൾക്കുന്ന വചനത്തെ സഹോദരൻ ഏറ്റെടുത്തു. ബ്രദർ നമ്മൾ വെള്ളിയാഴ്ചത്തെ എനിക്ക് തോന്നുന്ന വചനം കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, കർത്താവിന്റെ ശരീരത്തിൽ ഞാൻ അവയവമാണെങ്കിൽ എന്റെ മുട്ട് യേശുവിന്റെ മുട്ടാണ്. യേശുവിന്റെ മുട്ടുവേദന ഇല്ലെങ്കിൽ എനിക്ക് മുട്ടുവേദന ഇല്ല. പ്രിയ ബ്രദർ, ആ വചനത്തെ അതേപോലെ ഏറ്റെടുത്തു. നാളുകളായിട്ടുണ്ടായിരുന്ന മുട്ടുവേദന അവിടുന്ന് മാറിപ്പോ അല്ലേ? അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തേക്ക് ഭയങ്കരമായിട്ട് വ്യാപരിക്കുന്ന അറിയാം. ഹോളി സ്പിരിറ്റ് വന്ന് കയറുന്ന പോലെ വിറയ്ക്കും അദ്ദേഹം അങ്ങോട്ട്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കൈയും കാലൊക്കെ ചൂടാകുക, ചില സമയത്ത് കാല് കത്തുന്ന പോലത്തെ അവസ്ഥ വരുന്നുണ്ട്. അത് വലിയൊരു പകർച്ച ദൈവം ചെയ്യുന്നത് കേട്ടോ ബ്രദറെ. ജ്വലിപ്പിക്കുക കേട്ടോ. അനേകർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പകർച്ച ദൈവം ചെയ്യുന്നതാണ്. അതിനെ ജ്വലിപ്പിക്കുക, അനേകരെ വിടിവിക്കുവാനും സൗഖ്യമാക്കുവാനുള്ള കൃപയാണ് വ്യാപരിക്കുന്നത്. ചെവിയുടെ ബുദ്ധിമുട്ടെല്ലാം സൗഖ്യമായി. ഉണ്ട്, അതും സൗഖ്യമായി. ഇപ്പൊ തന്നെ സൗഖ്യം. പിന്നെ എനിക്ക് ചില സമയത്ത് കാണാൻ പറ്റുന്ന ദൈവത്തിന് ഇങ്ങനെ ചാട്ടവാറിന് കർത്താവിനെ അടിക്കുമ്പോ കരയുന്ന സൗണ്ട് അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് ചില സമയങ്ങളിൽ. രാത്രി സമയങ്ങളിൽ രാത്രി ഉറങ്ങുന്ന സമയങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ചെറിയ സൗണ്ട് ഇതുപോലെ പറഞ്ഞിട്ട് വചനത്തിന്റെ ഇതൊക്കെ പറയുന്ന പോലൊക്കെ കേൾക്കുന്നു. അത് കർത്താവ് നമ്മുടെ ഇടപെടുന്ന ബ്രദറെ. ഈ ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞു വേണം കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാൻ വേണ്ടി. എപ്പോഴും അങ്ങനെ പറഞ്ഞോണം. കർത്താവിന്റെ ഇടപെടൽ വ്യക്തമായി ഉണ്ടാകും കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് ഇന്ന് തൊട്ടത് തന്നെ അതൊക്കെ ജോലിക്കട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന വലിയൊരു പകർച്ച ഉണ്ടാകട്ടെ പ്രിയ മകന്റെ മേൽ. കർത്താവ് ഈ ദിവസങ്ങളിൽ ആത്മാവിൽ എരിവും വർധനവും ഉണ്ടാകട്ടെ. ആത്മീയ ചെവികൾ തുറക്കട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ഇനിയും കൂടുതൽ കാണാനും കേൾക്കാനുമുള്ള കൃപയുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കും. അടുത്തയാൾ സാക്ഷ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പൂർണ്ണ വിടുതൽ ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞങ്ങള് ഒരു വസ്തു വിൽക്കാൻ ഇട്ടിരുന്നു. ആ വസ്തു ഞാൻ ബ്രദറിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ രജിസ്ട്രേഷൻ ആയിരുന്നു. വിറ്റു അത്? അതെ അതെ അതെ. കർത്താവേ, അത് ബ്രദറിന്റെ അടുത്ത് പറയണോ, സാക്ഷ്യം പറയണോന്നുണ്ടായിരുന്നു, പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി വസ്തുക്കൾ നന്മകൾ കയറട്ടെ, വലിയ അനുഗ്രഹമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. പറഞ്ഞു പറഞ്ഞു ബ്രദറെ, എനിക്ക് സാക്ഷ്യം ഉണ്ടെന്ന് പറയാനായിരുന്നു.
ബ്രദർ മോൾക്ക് ഇങ്ങനെ വീടെന്ന് പറഞ്ഞായിരുന്നല്ലോ ബ്രദർ, ഒരു വീട് കിട്ടിയായിരുന്നു. അപ്പൊ ഇന്ന് അവൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയി. പഴയ വീട്ടിലുള്ള ലാൻഡ് ലോഡ് അവര് ആ ഡെപ്പോസിറ്റ് പൈസ ആദ്യം തിരിച്ചു കൊടുക്കില്ല. ഫസ്റ്റ് റെന്റും ലാസ്റ്റ് റെന്റും വാങ്ങിച്ചു. ലാസ്റ്റ് റെന്റ് അവർ റെന്റായിട്ട് കരുതിയില്ല, ഡെപ്പോസിറ്റ് ആയിട്ടാണ് കരുതിയത്. അപ്പൊ അവൾ അതിൽ $900 കൊടുത്തത്. ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഞാനും അതിൽ വിഷയത്തിൽ ഭയങ്കര വിഷമിച്ചു. ഇനി പുതിയ വീട്ടിലോട്ട് ഇനി അഡ്വാൻസ് കൊടുക്കണമല്ലോ ഇതൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ അനന്യയുടെ മോളുടെ പേര് പറഞ്ഞ കൈകളുടെ അധ്വാന ഫലം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബ്രദർ. അന്ന് ബ്രദറിന്റെ മീറ്റിംഗ് നടക്കുമ്പോഴെല്ലാം ഞാൻ ആ പേര് അവളുടെ പേര് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് മാറിയപ്പോ അവര് ആ പൈസ കംപ്ലീറ്റ് കൊടുത്തു. ദൈവത്തിന് നന്ദി. നഷ്ടപ്പെട്ടു പോകുന്ന ഓർത്തോണ്ടിരുന്നായിരുന്നു അല്ലേ? കിട്ടത്തില്ലെന്ന് പറഞ്ഞു. കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ അത് കംപ്ലീറ്റ് കൊടുത്തായിരുന്നു. ഒരു പുതിയ സ്ഥലത്ത് കൊടുക്കാനും പറ്റിയായിരുന്നു അത്. എന്റെ യേശു അങ്ങ് അത്ഭുതം ചെയ്ത വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ ബ്രദർ, താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നേ. പറഞ്ഞോ. എന്റെ മോനാണെങ്കിൽ രണ്ടു ദിവസത്തിന് മുന്നേ ഒരു ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ വചനം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, പോകാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചെടുത്തുന്നവന് സന്തോഷത്തോടെ സ്കൂളിൽ പോകാൻ ആ ശ്വാസം മുട്ടല് മാറുകയും ചെയ്തു. ഇപ്പൊ ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നല്ലോ, പല്ല് വെക്കുന്ന ആ ഒരു ഷേപ്പ് ഉള്ളതും എസ്സിൽ ആരംഭിക്കുന്നതും. അത് ഈ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുപോലെ ഒരു ശ്വാസം മുട്ടലിന്റെ പ്രശ്നവും ഉണ്ട്. അതുപോലെ അവന് മൂത്തവനാണെങ്കിൽ കക്ഷത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഏറ്റെടുത്ത് കർത്താവിന്റെ നാമത്തിൽ ഒരേ ആലോചന ഏറ്റെടുത്തോണം യേശുവിന്റെ നാമത്തിൽ കേട്ടോ. ആമേൻ. പറഞ്ഞോ. എനിക്ക് ബ്രദറെ ഉച്ചയായപ്പം ഭയങ്കര ഒരു നടുവിനൊരു കട്ടുകഴപ്പായിരുന്നു, നല്ല കട്ടുകഴപ്പായിരുന്നു. അപ്പം ഞാന് ബ്രദർ പറഞ്ഞ പോലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. യേശു എന്റെ രോഗം കുരിശിൽ വഹിച്ചു, വേദന കുരിശിൽ ചുമന്നതാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ ഈ കട്ടുകഴപ്പ് മാറ്റണം. യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ എനിക്ക് ഈ കട്ടുകഴപ്പ് മാറണം. എനിക്ക് അത്രയ്ക്ക് ഒരു കട്ടുകഴപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കട്ടുകഴപ്പായിരുന്നു, തേയ്മാനമൊക്കെ ഉള്ളതാ. അപ്പൊ അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ആ കട്ടുകഴപ്പ് മാറി ബ്രദറെ. എനിക്കിപ്പം കട്ടുകഴപ്പില്ല, വേദനയുണ്ട്. അത് ഈ വേദന ഇപ്പൊ തന്നെ മാർക്കുള്ള സിസ്റ്ററെ അത്ഭുതകരമായി തന്നെ കർത്താവ് ചെയ്യും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്റെ കണ്ണിന് പ്രഷറായിരുന്നു കേട്ടോ ബ്രദറെ. അപ്പോഴും ബ്രദർ ഇതേപോലെ ഞാൻ കൊല്ലത്ത് വന്നപ്പോഴും പറഞ്ഞ് അത്ഭുതം ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ കാണിച്ച് പ്രഷർ കുറഞ്ഞു വന്നു. ഇപ്പൊ അവര് വീണ്ടും പരിശോധിച്ചിട്ടാണ് കണ്ണിന്റെ ഞരമ്പ് നോക്കണമെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ്. കണ്ണിന്റെ ഞരമ്പ് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അത് സിസ്റ്റർ ഞാൻ ഒരു കാര്യം കൂടെ ഉണ്ട് ബ്രദറെ. ഈ ദിവസങ്ങളിൽ കണ്ണൊക്കെ വെച്ചോളം കർത്താവ് ഞാൻ യേശുവിനത്തിൽ സർജറി ഇല്ലാതെ, ഓപ്പറേഷൻ ഇല്ലാതെ കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ കർത്താവ് ഞാൻ കാണും തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രദർ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ബ്രദറെ. എന്റെ മകനാണെങ്കിൽ ഒരു മോനെ ഒരു സെക്കൻഡ് സിസ്റ്ററെ, പ്രാർത്ഥന റിക്വസ്റ്റുകൾ കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ ഇപ്പോൾ ഇവിടെ കാണും, അതിലോട്ട് അയക്കാൾ കാര്യം. ഒരാൾ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കും. അതല്ല ബ്രദറെ, ഒരു ജീവി എന്റെ മൂക്കിൽ ഇങ്ങനെ വന്ന് കേറിയിട്ട് ഭയങ്കര തുമ്മലും അതും വിട്ടു മാറുന്നില്ല. അതിൽ നിന്നും ഒരു പ്രകാശം വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ മുറിക്കകത്തും എന്നെ ഒരുപാട് ശല്യപ്പെടുത്തുന്നു ബ്രദറെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ അത്ഭുതമായി തീരട്ടെ. ഞാനിപ്പോ വെച്ചാൽ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തി കുടുംബത്തിന്റെ അകത്ത് ഉണ്ടാകട്ടെ, ശരീരത്തിലുണ്ടാകട്ടെ. യേശുവിന്റെ ഈ സമയത്ത് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്, കാരണം നമുക്ക് സമയം തികയത്തില്ല. ഒരാൾക്ക് ഞാൻ അലോ ചെയ്ത എല്ലാവരും പറയേണ്ടി വരും, അല്ലെ പിന്നെ ഒരാൾക്ക് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾ പ്രയർ ലൈൻ നമ്പർ ഉണ്ടോ? 5 നമ്പറുണ്ട്. അതിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളെ നിങ്ങൾ അയക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, കഴിവതും സാക്ഷ്യമുള്ളവർ പറയുക. അത് നമുക്കുള്ള സമയം നമുക്ക് ചുരുക്കം ഉള്ളത് കൊണ്ടാണ്. ആരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറയട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി ഒരു പൂർണ്ണ വിടുതൽ.
മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാക്ഷ്യം പറയാൻ വേണ്ടി. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ എല്ലാവരും മ്യൂട്ട് ചെയ്തേ. അപ്പൊ ഈ ദിവസങ്ങളിൽ തൊടുപുഴ, ആലപ്പുഴ, വയനാട്, പത്തനംതിട്ട ഈ സ്ഥലങ്ങളിലുള്ള സഹോദരങ്ങള് പ്രയർ സ്റ്റേഷന് വേണ്ടി റെഡിയാകുക. ഗ്രൂപ്പുകളിലേക്ക് അത് ഷെയർ. എന്തോ പറഞ്ഞോ ഒരു വാക്ക് പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ട്. കർത്താവ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ ദൈവത്തിന്റെ അത്ഭുതകരം അങ്ങ് വെളിപ്പെടുത്തി കൃപയ്ക്ക് നന്ദി. രോഗത്തെ പിടിച്ചു കെട്ടുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവേ. മറക്കരുത്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ വേലയിൽ ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി വാരി വിതർന്ന്, ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, വിതയ്ക്കുന്നവനെ കൊയ്യാൻ പറ്റത്തുള്ളൂ. വിതയ്ക്കുന്നവൻ കൊയ്യുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ നന്മകൾ എടുത്തു വെക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഓരോ ആഴ്ചയിലും നിങ്ങളുടെ ജോലിക്കകത്തുനിന്ന് ഒരു ശേഷിപ്പ്, ഒരു കുടുക്ക പോലെയോ എന്തെങ്കിലും പ്രയർ സ്റ്റേഷന് വേണ്ടി തന്നെ മാറ്റിവെക്കുക. ഇത് പിരിവാന്ന് പറയുന്നവർ വിശ്വസിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. വിതയ്ക്കുന്നവനെ കൊയ്യാൻ പറ്റത്തുള്ളൂ. കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഇന്ന് ദൈവം തരുന്ന നന്മയ്ക്കകത്ത് അല്ലാതെ ഞാൻ പിടിച്ചു പറിക്കുന്ന പൈസയല്ല, എവിടെന്തെങ്കിലും ഞാൻ മോട്ടിക്കുന്ന പൈസയല്ല. എൻ്റെ ദൈവം എനിക്ക് അധ്വാനിക്കാൻ കൃപ തന്നു. അത് ഞാൻ അനേകർക്ക് സുവിശേഷ വേലയ്ക്ക് വിതയ്ക്കുന്നത്. ബ്രദറിൻ്റെ ഒരു കണക്കുമില്ല, ഞാൻ ഒരു കണക്കും വെക്കത്തില്ല. കാര്യം കണക്കെല്ലാം സ്വർഗത്തിലാണ്. കർത്താവിന്റെ നാമത്തിൽ ഞാൻ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. മുന്നോട്ട് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി പട്ടണങ്ങളിൽ സുവിശേഷം എത്തിക്കേണ്ടതുണ്ട്. ഇനി ബ്രദറെ ഞാൻ പൈസ തന്നില്ലെങ്കിൽ സുവിശേഷം പോകത്തില്ല. തീർച്ചയായിട്ടും പോകും. നിങ്ങൾ തന്നില്ലെങ്കിൽ ലോകം മുഴുവൻ പോകും. ഇനി ഞാൻ എന്തിനാ വിതയ്ക്കുന്നത് എനിക്ക് ഇതിൻ്റെ അകത്ത് ഭാഗമാകാൻ പറ്റുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നു, ഇങ്ങനെയാണ് ആ പുസ്തകക്കാരൻ പറഞ്ഞത്, കർത്താവേ ഞാൻ എന്തുള്ളൂ അങ്ങിൽ നിന്ന് വാങ്ങി ഞാൻ അങ്ങേക്ക് തരുന്നതാണ്. എൻ്റെ അർത്ഥം എന്താണ്? ദൈവം തന്ന നന്മയല്ലേ നമുക്കുള്ളൂ. നമ്മുടെ ശരീരം അധ്വാനിക്കാൻ കഴിഞ്ഞെങ്കിലല്ലേ, നമുക്ക് എത്ര ബലമുള്ള വ്യക്തിയാണെങ്കിലും ദൈവം ആരോഗ്യം തന്നാലല്ലേ അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം തന്ന ആരോഗ്യമല്ലേ, ദൈവം തന്ന നന്മയല്ലേ, ദൈവം തന്ന ജോലിയല്ലേ. അത് അനേകർക്ക് പ്രയോജനപ്പെടുവാൻ വിതയ്ക്കുക. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കും, വിതയ്ക്കുന്നവൻ മാത്രം കൊയ്യും. കർത്താവ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ വാരി വിതറുവാൻ നന്മയുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം പോലെ അനേക രോഗികൾ സൗഖ്യമാകുമ്പോൾ, അനേക ബന്ധനങ്ങൾ അഴിയുമ്പോൾ, അനേക ദൈവിക ആലോചന വെളിപ്പെടുമ്പോൾ, കർത്താവ് ഇതെല്ലാം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതത്തിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. പരിശുദ്ധാത്മാവ് വിതച്ചവരെ മക്കളെ അനുഗ്രഹിക്കുന്നല്ലോ. അപ്പോൾ നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥന.